സുഖമില്ലായ്മ മാറിയാ? സൗണ്ട് ഒന്നുമില്ലടാ, സൗണ്ട് കേട്ടില്ലേ? സൗണ്ടിന്റെ അത് റെഡി ആവണില്ല, അതായത് കോൾഡ് മാറിയില്ല, അതാണ്. മൂക്കുണ്ട്, ചുമയും കഫക്കെട്ടും. ഫസ്റ്റ് ഇട്ടതേ ഒന്നും തിരിയണില്ല, അതൊന്നും കൂടെ ഒന്ന് റീസെൻഡ് ചെയ്യാവോ? ഫസ്റ്റ് ഇട്ട ഏതടാ? കിൻഡർ ഗാർഡന്റെ ഒക്കെ ഭാഗം ഇട്ടിട്ടില്ലേ? ഫസ്റ്റ് നമുക്ക് എടുത്ത് സെൻഡ് ചെയ്യാൻ പറഞ്ഞിരുന്നില്ലേ? അതൊന്നും കൂടെ ഒന്ന് സെൻഡ് ചെയ്ത് ഫോട്ടോ ഇട്ടത്. ക്ലിയർ ക്ലിയർ ഇല്ല. ഇല്ല. ആയിക്കോട്ടെ, ഒന്നും കൂടി സെൻഡ് ചെയ്യാട്ടാ. ഓക്കെ, അപ്പൊ നമ്മൾ എവിടെ വരെ എടുത്തിരുന്നത്? കൊമീനിയസ് കൈനോസ് ഏതാ നമ്മളെ? കൊമീനിയസ് എടുത്തു അല്ലെ? ഇനി കൊമീനിയസിന്റെ ബോധന രീതിയും കൂടി പറയാനുണ്ടായില്ല. കൊമീനിയസിന്റെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി കൊമീനിയസിന്റെ ബോധന രീതി അഥവാ മെത്തഡ് ഓഫ് ടീച്ചിങ് ആണ് ഇനി നമുക്ക് അതിൽ പറയാനുള്ളത് കേട്ടോ. നോക്കാം, മെത്തഡ് ഓഫ് ടീച്ചിങ്. കൊമീനിയസിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. 1592 ചെക്കോസ്ലോവാക്യയിലെ മൊറേവിയ ഗ്രാമത്തിലാണ് ജനിച്ചത് എന്ന്. ജോൺ അമോസ് കൊമീനിയസ് എന്നാണ് പൂർണ്ണമായിട്ടുള്ള പേരെന്നും. 2 പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ദ ഗ്രേറ്റ് ഡിഡാക്റ്റിക് ആൻഡ് ദ ഗേറ്റ് ഓഫ് ടങ്സ് അൺലോക്ക്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള 2 കൃതികൾ. ഈ കൃതികളിലാണ് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുള്ളത്, അദ്ദേഹം എഴുതിയിട്ടുള്ളത്. പിന്നെ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു വിദ്യാഭ്യാസ ചിന്തകൻ ഉണ്ടായിരുന്നു, അതാണ് ആര്? ഫ്രാൻസിസ് ബേക്കൺ എന്ന് പറയുന്നത്. പിന്നെ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമായിട്ട് കൊമീനിയസ് 3 കാര്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്. ഏതൊക്കെയാണ്? അറിവ്, നന്മ, ഭക്തി, നോളജ്, വിക്ടർ ആൻഡ് പയറ്റി എന്ന് പറയുന്നത്. പിന്നെ വിദ്യാഭ്യാസത്തിന്റെ 3 താക്കോലുകളായിട്ട് 3 ഇമ്പോർട്ടൻറ്റ് കീസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നല്ല ഗുരുക്കന്മാര്, നല്ല പുസ്തകങ്ങൾ, നല്ല പഠന രീതികൾ. ഇങ്ങനെയാണ് 3 ഇമ്പോർട്ടൻറ്റ് കീസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൊമീനിയസ് പറഞ്ഞിട്ടുള്ള 3 കാര്യങ്ങൾ. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് കൊമീനിയസ് ഇൻഫാന്റ് സ്കൂൾ അഥവാ ശിശു വിദ്യാലയം എന്ന ആശയത്തെ വ്യക്തമാക്കിയത് ആരാണ്? കൊമീനിയസ് ആണ്. എന്താണ് ഇൻഫാന്റ് സ്കൂൾ എന്നതിലൂടെ പറയുന്നത്? 6 വയസ്സ് വരെയുള്ള ശൈശവകാലത്ത് കുട്ടികളുടെ വിദ്യാലയം എന്ന് പറയുന്നത് വീടുകൾ തന്നെയാണ് എന്നുള്ളതാണ് അതിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ കൊമീനിയസിനെ കുറിച്ച് പറഞ്ഞത്. ഓർമ്മ ഉണ്ടല്ലോ? ഞാനൊന്ന് ഓർമ്മ പുതുക്കിയതാണ്. അദ്ദേഹത്തിന്റെ ബോധന രീതി പറയുമ്പോൾ അത് ഓർമ്മ വേണല്ലോ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് അദ്ദേഹത്തിന്റെ മെത്തഡ് ഓഫ് ടീച്ചിങ് ആണ്. കുട്ടികൾക്ക് വിരസവും അവരെ ക്ഷീണിപ്പിക്കുന്നതുമായ ബോധന രീതിയാണ് അക്കാലത്ത് നിലവിലുള്ളത്. കൂടാതെ കുട്ടികൾക്ക് കഠിനമായ ശിക്ഷകളും നൽകിയിരുന്നു. പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് വിരസം എന്ന് പറഞ്ഞാൽ മടുപ്പുണ്ടാക്കുക, ബോറടിപ്പിക്കുക അല്ലെ? ഇപ്പോഴത്തെ മക്കളൊക്കെ പറയും കുറച്ച് ക്ലാസ് ആയിട്ട് എടുക്കുമ്പോഴേക്ക് മടി മിസ്സേ എന്ന് പറയും. ഒരു 15-20 മിനിറ്റിൽ കൂടുതൽ അവർക്ക് ഒന്നും കേൾക്കാനുള്ള അല്ലെങ്കിൽ ക്ലാസ് കേൾക്കാനോ ശ്രദ്ധിക്കാനോ ഉള്ള കഴിവൊന്നുമില്ല. 20 സ്പാൻ എന്ന് പറയുന്നത് എന്താ പറയാ, കുട്ടികളുടെ ഒരു ടൈം എന്ന് പറയുന്നത്, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈം എന്ന് പറയുന്നത് 15 or 20 മിനിറ്റ്സ് വരെയാണ് അത്ര. നമ്മുടെ സ്കൂൾ പീരീഡ് എന്ന് പറയുന്നത് 40 മിനിറ്റ്സ് വരെ വരുന്നുണ്ട്. ആ 40 മിനിറ്റ്സ് വരെ അവരെ പിടിച്ചിരുത്താൻ പറ്റുമോ? നമുക്ക് ഇല്ല. 20 മിനിറ്റ്സ് കഴിഞ്ഞാൽ അവരെ കഴിച്ച് പോയി കഴിഞ്ഞാൽ, ഇപ്പൊ ഞാനൊക്കെ 10-ലും 9-ലും 8-ലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു ഫസ്റ്റത്തെ നമ്മൾ ക്ലാസ് കയറി ചെല്ലുമ്പോൾ തന്നെ ഏകദേശം 5 മിനിറ്റ് ആവും ഓരോ പുസ്തകമൊക്കെ ഒന്ന് എടുത്ത് റെഡി ആവണമെന്നുണ്ടെങ്കിൽ. പിന്നെ അത് കഴിഞ്ഞ് നമ്മളൊന്ന് അതിലേക്ക് ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞ് ക്ലാസ് എടുത്ത് വരുമ്പോഴേക്കും ഒരു 10 മിനിറ്റ് ആവും. പിന്നെ ഒരു 10 മിനിറ്റ്, ഒരു 20-25 മിനിറ്റിലേറെ അവര് ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ ഇരിക്കില്ല. പിന്നെ അവരുടെ കൺട്രോളൊക്കെ പോയി അങ്ങോട്ട് ഇങ്ങോട്ട് തിരിയാനും മറയാനും സംസാരിക്കാനൊക്കെ തുടങ്ങും. വലിയ പിള്ളേരെ അങ്ങനെ. അപ്പൊ പിന്നെ ഈ ചെറിയ പിള്ളേരെ പിടിച്ചിരുത്താൻ പറ്റും നമുക്ക്. അപ്പൊ അതാണ് പറയുന്നത്, കുട്ടികൾക്ക് വിരസവും അവരെ ക്ഷീണിപ്പിക്കുന്നതുമായ ബോധന രീതിയാണ് അക്കാലത്ത് ഉണ്ടായിരുന്നത്. അവരെ ഭയങ്കര ക്ഷീണിപ്പിക്കുക, ടയേർഡാക്കുക. കൂടാതെ കുട്ടികൾക്ക് നല്ല ശിക്ഷകൾ നൽകിയിട്ടുണ്ട്, കഠിനമായ ശിക്ഷകൾ നൽകിയിട്ടുണ്ടായിരുന്നു. എന്താണ്? ഈ രീതിയെ അപലപിച്ച് കൊമീനിയസ് മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിച്ചു. ബോധന രീതിയുടെ ചില അടിസ്ഥാന പ്രമാണങ്ങൾ തന്നെ കൊമീനിയസ് ആവിഷ്കരിക്കുകയുണ്ടായി. അപ്പൊ കൊമീനിയസിന് ഇതൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല. കുട്ടികളെ കൂടുതൽ ശിക്ഷിക്കുന്നതിനോടോ കുട്ടികളെ ക്ഷീണിപ്പിക്കുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കുന്നതിനോടോ ഒന്നും ആർക്ക് യോജിപ്പില്ല? നമ്മുടെ കൊമീനിയസിന് യോജിപ്പില്ല. അപ്പൊ അതിനെതിരെയുള്ള ഒരു എന്താ പറയാ മെത്തഡ് ഓഫ് ടീച്ചിങ്ങിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ എന്ത് ചെയ്തു? കൊമീനിയസ് ആവിഷ്കരിച്ചു. കൊമീനിയസിന്റെ അഭിപ്രായത്തിൽ ബോധന രീതികൾ കുട്ടികളുടെ താല്പര്യത്തെ വളർത്തുന്നതിനും നിലനിർത്തുന്നതിനും നമ്മുടെ മെത്തഡ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? കുട്ടികളുടെ താല്പര്യം വളർത്താൻ
അതേപോലെ തന്നെ നിലനിർത്താനും സഹായിക്കണം. അല്ലാതെ നമ്മളാണ് പഠിപ്പിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ബോറടിച്ച് കുട്ടികൾ ഉറങ്ങി തൂങ്ങി മതി മിസ്സേ എന്ന് പറയുന്ന രീതിയിലേക്ക് മാറരുത്. നമ്മുടെ മെത്തഡ് ഓഫ് ടീച്ചിങ്ങിലൂടെ അവരെന്ത് ചെയ്യണം, കൂടുതൽ ഉഷാറായിട്ട് ടീച്ചറെ പിന്നെ എന്താ ടീച്ചർ അതെങ്ങനെയാ ടീച്ചറെ വരിക, ഇതെങ്ങനെയാ ടീച്ചറെ വരിക എന്നൊക്കെ ചോദിച്ച് കഥകളിലൂടെയും പാട്ടിലൂടെയും ഒക്കെ ആകുമ്പോൾ ഒരു രസകരമായിട്ട് അവരെന്ത് ചെയ്യും, മുന്നോട്ട് പോകും അല്ലെ. അപ്പൊ അവരുടെ താല്പര്യം വളർത്താനും നിലനിർത്താനും, അത് കുറഞ്ഞു പോകാൻ പാടില്ല താല്പര്യം അല്ലെ, ആ ഒരു ഇൻട്രസ്റ്റ് നിലനിർത്താനും സഹായകരമാകുന്ന രീതിയിലായിരിക്കണം നമ്മുടെ മെത്തഡ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. പിന്നെ പാഠ്യവസ്തുക്കൾ ഋജുവായും വ്യക്തവുമായും പഠിപ്പിക്കണം. ഋജുവായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഋജുവായി പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കുറച്ച് ഭാഗങ്ങളായിട്ട്. അത് തന്നെ, കുറച്ച് ഋജുവായിട്ട് പഠിപ്പിക്കുക പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ നന്നായിട്ട് പഠിപ്പിക്കുക അല്ലെ. നമ്മൾ കൂടുതൽ പഠിപ്പിച്ചില്ലെങ്കിലും അല്ല, പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നന്നായി പഠിപ്പിക്കണം നമ്മൾ പറയാറില്ല എപ്പോഴും അല്ലെ. നമ്മൾ എന്താണോ പഠിപ്പിക്കുന്നത് അത് നന്നായി പഠിപ്പിക്കാൻ ശ്രമിക്കുക. അല്ലാണ്ട് നമ്മൾ കുറേ ഞാൻ ഇത്രയും പോർഷൻസ് തീർത്തു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെ. നമ്മൾ എന്താണോ പഠിപ്പിക്കുന്നത് കുട്ടികളെ അത് എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിപ്പിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അത് വ്യക്തമായിട്ടും പഠിപ്പിക്കുക. പിന്നെ പൊതുതത്വം അവതരിപ്പിച്ചതിന് ശേഷം വിശദീകരണം നൽകുകയാണ് വേണ്ടത്. അപ്പൊ നമ്മള് എന്താ പറയാ, ഒരു കാര്യത്തെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളെ അങ്ങനെ കൺഫ്യൂഷൻ ആക്കുന്ന വിധങ്ങൾക്ക് അങ്ങനെ അറിയോ, ആ കാര്യങ്ങൾ അറിയോ ഇക്കാര്യങ്ങൾ അറിയോ എന്നൊക്കെ ചോദിച്ച് നമ്മളിങ്ങനെ പോയി കഴിഞ്ഞ കുട്ടികൾക്ക് ഒന്നും ചിന്ത വിട്ടാതെ നമ്മളിപ്പോ എന്താ പറഞ്ഞത് ഈ ഒരു കാര്യത്തെ കുറിച്ചാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ കൺഫ്യൂഷൻ ആവും. അപ്പൊ എന്താണ് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം. പിന്നെ ഓരോ യൂണിറ്റും മനസ്സിൽ ഉറപ്പിച്ചതിന് ശേഷമേ അടുത്തതിലേക്ക് പ്രവേശിക്കാവൂ. ഒരു യൂണിറ്റ് നമ്മൾ പഠിപ്പിച്ചു എന്നിരിക്കട്ടെ, ഒരു യൂണിറ്റിൽ 3-4 ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ആ യൂണിറ്റ് നമ്മൾ പഠിപ്പിച്ചതിന് ശേഷം അത് കുട്ടികളുടെ മനസ്സിൽ ഉറച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യാം, അടുത്തതിലേക്ക് നമ്മൾ പോവുക. മനസ്സിലാവുന്നുണ്ട്? അല്ലാതെ നമ്മൾ എന്ത് ചെയ്ത് സ്കിപ്പ് ചെയ്ത് കുട്ടികൾക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും വേണ്ട നമ്മൾ അടുത്തതിലേക്ക് പോട്ടെ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. പിന്നെ പഠനത്തെ ജീവിതവുമായി ബന്ധിപ്പിക്കണം അല്ലെ. ജീവിതത്തിന്റെ കടലെ കവിതയ്ക്ക് മഷിപ്പാത്രം എന്ന് വൈലപ്പള്ളി പാടിയതുപോലെ പഠനത്തെ എന്ത് ചെയ്യണം, നമ്മൾ ജീവിതവുമായി ബന്ധിപ്പിക്കുകയാണ് വേണ്ടത് അല്ലെ. പഠനം ജീവിതവുമായി കണക്റ്റഡ് ആകുമ്പോൾ കുട്ടികൾക്ക് ബോറടിക്കൂല. അവരുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നമ്മൾ ഉദാഹരണ സഹിതം പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് ബോറടിക്കൂല. പിന്നെ അറിയാവുന്നവയിൽ നിന്നും അറിയാത്തവയിലേക്ക്, അഥവാ ലളിതത്തിൽ നിന്നും സങ്കീർണതയിലേക്ക് എന്നതാവണം അവരുടെ ആ ഒരു ബോധന രീതി എന്ന് പറയുന്നത്. നോൺ ടു അൺനോൺ, സിമ്പിൾ ടു കോംപ്ലക്സ്, അതായിരിക്കണം ആ ഒരു ബോധന രീതി, മെത്തഡ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. എന്താണ്? നോൺ ടു അൺനോൺ ആൻഡ് സിമ്പിൾ ടു കോംപ്ലക്സ്, അറിയാവുന്നതിൽ നിന്നും അറിയാത്തതിലേക്ക്, ലളിതത്തിൽ നിന്നും സങ്കീർണതയിലേക്ക്, അതാണ് നോൺ ടു അൺനോൺ, സിമ്പിൾ ടു കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഇതായിരിക്കണം നമ്മുടെ ബോധന രീതി. കുട്ടികൾക്ക് അറിയുന്ന കാര്യങ്ങൾ ആദ്യം ചോദിച്ച് മനസ്സിലാക്കി അതിനോടനുബന്ധിച്ചായിരിക്കണം നമ്മൾ അടുത്ത കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലെ. അതേപോലെ തന്നെ ലളിതമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ബുദ്ധിമുട്ടുള്ളതിലേക്ക് പോകണം. അല്ലാണ്ട് ആദ്യം തന്നെ ബുദ്ധിമുട്ടുള്ളത് പറഞ്ഞുകൊണ്ട് പിന്നെ ലളിതത്തേക്ക് പോയിട്ട് വലിയ കാര്യമുണ്ടോ, കുട്ടികൾക്കൊന്നും കിട്ടൂല. പിന്നെ ഇന്ദ്രിയങ്ങൾക്കും ഭാവനയ്ക്കും ഓർമ്മശക്തിക്കും ദിവസേന പരിശീലനം നൽകണം. കുട്ടികളെ സംബന്ധിച്ച് പഠിപ്പിക്കുകയോ അവർക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ളത് പഠിപ്പിക്കുകയോ ചെയ്യരുത്. കുട്ടികളെ നിർബന്ധിച്ച് പഠിപ്പിക്കാൻ പാടില്ല അല്ലെ. കമ്പൽ ചെയ്ത് പഠിക്കടാ അത് മുഴുവനാക്കണം ഇത് മുഴുവനാക്കണം, നിർബന്ധിച്ച് നമ്മൾ എന്ത് ചെയ്യരുത്, പഠിപ്പിക്കരുത്. അവർക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ളത് പഠിപ്പിക്കുകയോ ചെയ്യരുത്. അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ഭാഗമാണ്, അവർക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ പിന്നെയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടൊരു കാര്യമില്ല, അത് അങ്ങനെയുള്ളത് പഠിപ്പിക്കരുത്. കുട്ടികളെ നിർബന്ധിച്ച് പഠിപ്പിക്കുകയോ അവർക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ളത് പഠിപ്പിക്കുകയോ ചെയ്യരുത്. ആവർത്തനങ്ങൾ ഒഴിവാക്കുകയും മറ്റു കുട്ടികളെ പഠിപ്പിക്കുവാൻ കുട്ടികളെ പ്രോത്സാഹനം ചെയ്യുകയും വേണം. ആവർത്തിച്ച് പിന്നെയും പറഞ്ഞ് അവരുടെ സമയം കളയുന്നതിന് പകരം എന്ത് ചെയ്യണം, മറ്റുള്ള കുട്ടികളെ എന്ത് ചെയ്യണം, പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നല്ല പഠിക്കുന്ന കുട്ടികളെ എന്ത് ചെയ്യുക, നമ്മൾ ഏർപ്പാടാക്കുക. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ തന്നെ പല കാറ്റഗറിയുള്ള കുട്ടികളുണ്ടാവും. നല്ലതായിട്ട് പഠിക്കുന്നത്, പിന്നെ ഒരു ആവറേജ് നിൽക്കുന്നത്, ബിലോ ആവറേജ്, തീരെ പഠിക്കാത്തതെന്നൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ കുറച്ച് അത്യാവശ്യം പഠിക്കുന്ന കുട്ടികളെ, കുറച്ച് പഠിക്കാൻ മോശമായിട്ടുള്ള കുട്ടികളെ ഏൽപ്പിച്ച് നോക്കൂ നിങ്ങൾ. മോനെ ഇതൊന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ, ഇതൊന്ന് വായിക്കാൻ പറഞ്ഞു കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഓൻ ഈ മാത്സ് എന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഓൻ വായിക്കുന്നത് പഠിക്കുന്നത് നീ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, ചെയ്യുന്നുണ്ടോ, അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി എന്ത് ചെയ്യും, മറ്റേ കുട്ടിയെ കെയർ ചെയ്യും. ആ മറ്റേ കുട്ടിക്ക് വേണ്ട ആവശ്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. ആ മറ്റേ കുട്ടിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പൊ അവിടെ പ്രശ്നം ഉണ്ടാവില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാത്ത കുട്ടിയും കൂടി എന്ത് ചെയ്യും, ഈ കുട്ടീന്റെ കൂടെ കൂടിയിട്ട് എന്ത് ചെയ്യും, പഠിക്കാൻ തുടങ്ങും അല്ലേ. അതാണ് പറയുന്നത്. പിന്നെ പറയുന്നത് ആവർത്തനങ്ങൾ ഒഴിവാക്കി മറ്റു കുട്ടികളെ പഠിപ്പിക്കാൻ കുട്ടികളെ പ്രോത്സാഹനം ചെയ്യുകയും വേണം. ഇവയെല്ലാമാണ് നമ്മുടെ കൊമീനിയസിന്റെ ബോധന രീതിയിൽ പറയുന്ന കാര്യങ്ങൾ. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഇനി നമ്മൾ പറയാനുള്ളത് നെക്സ്റ്റ് ആളെന്ന് പറയുന്നത് ജോൺ ലോക്ക് ആണ്. ആരാണ്? ജോൺ ലോക്ക്.
ഇവിടെ പറയുന്നത് അനുഭവങ്ങളെ അടിസ്ഥാനമാക്കി സ്വന്തമായ ഒരു വിദ്യാഭ്യാസ സരണി വെട്ടി തുറന്ന വിദ്യാഭ്യാസ ചിന്തകനാണ് ജോൺ ലോക്ക്. അനുഭവങ്ങളിലൂടെയാണ് പഠനം നടക്കേണ്ടത് എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ ചിന്തകൻ. എങ്ങനെയാണ്? അനുഭവങ്ങളിലൂടെയാണ്, അനുഭവങ്ങളെ അടിസ്ഥാനമാക്കി സ്വന്തമായ ഒരു വിദ്യാഭ്യാസ സരണി, അല്ലെ? അനുഭവങ്ങളിലൂടെ പാഠം പഠിക്കുക എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ അനുഭവമാണ് പഠനം എന്ന് പറയാറില്ലേ? അതേപോലെ തന്നെ അനുഭവങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു വിദ്യാഭ്യാസ രീതി ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ് ആര്? നമ്മുടെ ജോൺ ലോക്ക് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ സിദ്ധാന്തം, ജോൺ ലോക്കിന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു സിദ്ധാന്തം ഉണ്ട്, ടാബുക് എന്താണ്? ടാബുക് എന്താണ് ടാബുക് റാസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് ഈസ് എ ബ്ലാങ്ക് ടാബ്ലറ്റ് എന്നാണ്. ടാബുക് റാസ, മൈൻഡ് ഈസ് എ ബ്ലാങ്ക് ടാബ്ലറ്റ്. എന്താണ് ടാബുക് റാസ എന്നാണ് പറയുന്നത്? മൈൻഡ് ഈസ് എ ബ്ലാങ്ക് ടാബ്ലറ്റ്, ഒഴിഞ്ഞ സ്ലേറ്റ് പോലെയാണ്, ഒരു ടാബ്ലറ്റ് പോലെയാണ്. മൈൻഡ് ഈസ് എ ബ്ലാങ്ക് ടാബ്ലറ്റ്. അതാണ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള സിദ്ധാന്തം. ജനിക്കുമ്പോൾ ശിശുക്കളുടെ മനസ്സ് വെള്ളക്കടലാസ് പോലെ പരിശുദ്ധമാണെന്നും പഞ്ചേന്ദ്രിയങ്ങളാണ് അതിൽ ബിംബങ്ങൾ ആലേഖനം ചെയ്യുന്നതെന്നുമാണ് ലോക്കിന്റെ സിദ്ധാന്തത്തിന്റെ കാരണം. നമ്മൾ ജനിക്കുന്ന സമയത്ത് ശിശുക്കളുടെ മനസ്സ് ഇതുപോലെയാണ്, ഒരു വെള്ള വൈറ്റ് കടലാസ് പോലെ പരിശുദ്ധമാണ്. അങ്ങനെയുള്ള ആ ഒരു വെള്ള കടലാസിലേക്ക് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ, സെൻസ് ഓർഗൻസ്, 5 സെൻസ് ഓർഗൻസ് ഇല്ലേ, അതിലൂടെയാണ്, ആ സെൻസ് ഓർഗൻസ് ആണ് അതിലെ ബിംബങ്ങൾ, പലതരത്തിലുള്ള രൂപങ്ങൾ, അല്ലെ, പലതരത്തിലുള്ള ആശയങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് ഈ സെൻസ് ഓർഗൻസിലൂടെയാണ് എന്ത് ചെയ്യുന്നത് ആലേഖനം ചെയ്യുന്നത്. ഏത്? ആ വെള്ള കടലാസിൽ. എന്താണ് ഈ വെള്ളക്കടലാസ്? ശിശുക്കളുടെ മനസ്സാകുന്ന വെള്ളക്കടലാസാണ്. ശിശുക്കളുടെ മനസ്സ് ഒരു വെള്ളക്കടലാസ് പോലെ പരിശുദ്ധമാണ്. ആ വെള്ളക്കടലാസിൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ അഥവാ 5 സെൻസ് ഓർഗൻസ് ആണ് എന്ത് ചെയ്യുന്നത് ബിംബങ്ങൾ എന്ത് ചെയ്യുന്നത് രേഖപ്പെടുത്തി വെക്കുന്നത്. ലോക്കിന്റെ സിദ്ധാന്തത്തിന്റെ കാതൽ എന്ന് പറയുന്നത് ഇതാണ്. ബോധന രീതി, മെത്തഡ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് ശിശുക്കൾക്ക് വീട്ടിൽ വെച്ച് തന്നെ വിദ്യാഭ്യാസം നൽകണം എന്നാണ് ലോക്കിന്റെ വാദം. സദാചാര ബോധവും പെരുമാറ്റ രീതികളുമെല്ലാം കുട്ടികൾക്ക് ഉണ്ടാകേണ്ടത് ഈ ശിക്ഷണം മൂലമായിരിക്കണം. പാഠങ്ങൾ മനഃപ്പാഠമാക്കുന്നതിനോടോ പഠിക്കാൻ താല്പര്യമില്ലാത്തപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുന്നതിനോടോ ലോക്കിന് യോജിപ്പുണ്ടായിരുന്നില്ല. പഠന പ്രക്രിയ കുട്ടികൾക്ക് വിനോദപ്രദമായ ഒരു അനുഭവമായി തോന്നണം. അഭ്യാസം വഴി പഠിപ്പിച്ചത് ഉറപ്പിക്കണം. കർശനമായ ശിക്ഷണം ആവശ്യമാണ്, എന്നാൽ കർശനമായ ശിക്ഷ പാടില്ല. എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത്? ശിശുക്കൾക്ക് വീട്ടിൽ വെച്ച് തന്നെ വിദ്യാഭ്യാസം നൽകണമെന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? ലോക്ക് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? കുട്ടികൾക്ക് വീട്ടിൽ വെച്ച് തന്നെ എന്ത് ചെയ്യണം? നമ്മൾ വിദ്യാഭ്യാസം നൽകണം. സദാചാര ബോധവും പെരുമാറ്റ രീതികളും എല്ലാം കുട്ടികൾക്ക് ഉണ്ടാകേണ്ടത് ഈ ശിക്ഷണം മൂലമായിരിക്കണം. അല്ലെ? ഇപ്പൊ നമ്മുടെ കുട്ടികൾ ഒരു 5 വയസ്സ് 6 വയസ്സാകുമ്പോഴാണ് സ്കൂളിൽ ചേരുക. ആ സ്കൂളിൽ ചേരുന്നതിന് മുമ്പ് പല കാര്യങ്ങളും നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അമ്മമാരിൽ നിന്ന്, അല്ലെ? ആദ്യ ഗുരുനാഥയായിട്ടുള്ള അമ്മമാരിൽ നിന്ന് നമ്മുടെ മക്കൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പഠിക്കുന്ന സമയത്താണ് ഈ സദാചാര ബോധം, എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്യരുത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടല്ലോ, അതൊക്കെ കുട്ടി പഠിക്കുന്നു. പെരുമാറ്റ രീതികൾ, ഹൗ ടു ബിഹേവ്, അല്ലെ? പെരുമാറ്റ രീതികൾ, ഇതെല്ലാം കുട്ടി പഠിക്കേണ്ടത് എവിടെ നിന്നാണ്? നമ്മുടെ വീട്ടിനകത്തെ ശിക്ഷണം മൂലമാണ്, അവരുടെ ഒരു പഠിക്കൽ മൂലമാണ്. പിന്നെ പാഠങ്ങൾ മനഃപ്പാഠമാക്കുന്നതിനോടോ, അല്ലെ, പഠിക്കാൻ താല്പര്യമില്ലാത്തപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുന്നതിനോടോ അദ്ദേഹത്തിന് യോജിപ്പില്ല. ബൈ ഹാർട്ട് പഠിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തെ ആരും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ആർക്കും ഇഷ്ടമായിരുന്നില്ല ലോക്കിന്. നമുക്ക് ഇഷ്ടമല്ല, എനിക്കൊന്നും ഇഷ്ടമുള്ള ഒരു കാര്യമില്ല ബൈ ഹാർട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ. എനിക്ക് പഠിക്കാനും കഴിയൂല, ഓർമ്മ നിൽക്കുകയില്ല. ബൈ ഹാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ പരീക്ഷ ചെല്ലുമ്പോൾ എന്താ ഉണ്ടാവുക? ബബ്ബ അടിക്കും. ഒരു സെന്റൻസ് കണ്ടു പോയി കഴിഞ്ഞാൽ ആ സെന്റൻസിന് ആലോചിച്ച് ഇരുന്ന് പരീക്ഷാ സമയം മൊത്തം കഴിയും. എനിക്കൊക്കെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാകും. പിന്നെ അതിന്റെ ശേഷം ഞാൻ എന്ത് ചെയ്തിട്ടില്ല? ബൈഹാർട്ട് പഠിച്ചിട്ടില്ല. ബൈഹാർട്ട് പഠിക്കാതെ നമ്മൾ എന്ത് ചെയ്യുക? ആ കാര്യം മനസ്സിലാക്കി, വായിച്ച് മനസ്സിലാക്കി നമ്മളുടേതായിട്ടുള്ള വീക്ഷണത്തിൽ, ആശയത്തിൽ എഴുതുമ്പോൾ നമ്മൾ ഒരിക്കലും മറന്നുപോകില്ല. നമ്മുടെ മനസ്സിലുണ്ടാവും, ഇന്നതാണല്ലോ, ആ ഒരു ആൻസർ എന്ന് പറയുന്നത് ഇതാണല്ലോ, ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇതാണല്ലോ, നമ്മുടെ മനസ്സിലേക്ക് വന്നാൽ നമുക്ക് നമ്മുടേതായ ഭാഷയിൽ എഴുതാം. അല്ല, നമ്മൾ ബൈഹാർട്ട് പഠിച്ചു വെച്ചതാണെങ്കിൽ ആ ഫസ്റ്റത്തെ 2-3 സെന്റൻസ് സൂപ്പർ ആയിട്ട് നമ്മൾ ഫ്ലുവന്റോട് കൂടി പറയും. ആ കഴിഞ്ഞാൽ 3-ാമത്തെ സെന്റൻസ് തുടങ്ങി 4-ാമത്തെ സെന്റൻസ് തുടങ്ങി നമ്മൾ അവിടെ എന്ത് ചെയ്യും? കൺഫ്യൂഷൻ അടിക്കും, അല്ലെ? പിന്നെ നമ്മൾ ഇങ്ങനെ ആലോചിച്ചിരുന്ന് ആ സമയം മൊത്തം അങ്ങോട്ട് പോയി കിട്ടും. അവസാനത്തെ ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടും. അങ്ങനെയായിരിക്കും നമ്മുടെ എക്സാം വരാൻ പോവുക, അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ പലർക്കും ഉണ്ടാവും, അല്ലെ? എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞത്, എനിക്ക് നല്ലൊരു അനുഭവം ഉണ്ടായിരുന്നു. അങ്ങനെ ഇംഗ്ലീഷ് 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ട്യൂഷന് പോയ സമയത്ത് അവിടുത്തെ സാറ് ഇംഗ്ലീഷ്, പണ്ടൊക്കെ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് ഫസ്റ്റ്, ഇംഗ്ലീഷ് സെക്കൻഡ്, മാത്സ് ഫസ്റ്റ്, മാത്സ് സെക്കൻഡ്, മലയാളം ഫസ്റ്റ്, മലയാളം സെക്കൻഡ്, അങ്ങനെയാണ് ഞാൻ പഠിക്കണം 10ാം ക്ലാസ് പഠിക്കുന്നത്. ലാസ്റ്റത്തെ നമ്മുടെ TPP യിലെ ലാസ്റ്റത്തെ ഇതാണ് ഞാൻ. അപ്പോ
അങ്ങനെയുണ്ടാവും. അപ്പൊ ഇംഗ്ലീഷിലൊക്കെ അന്നൊക്കെ എന്താണോ പഠിപ്പിച്ചത് അതന്നെ ടെക്സ്റ്റ് ബുക്കുള്ള അതേ സംഭവം തന്നെയാണല്ലോ പരീക്ഷയ്ക്ക് വരിക. ഇപ്പോഴല്ലേ നമ്മൾ പഠിക്കാത്ത കാര്യങ്ങളൊക്കെ വരിക. അന്ന് എന്താണോ പഠിച്ചത് അതേപടി പഠിച്ചു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ തന്നെ വരും. അപ്പൊ നമ്മളൊരു എസ്സേ പഠിക്കാൻ പറഞ്ഞ സാറ് ഒരു ട്യൂഷൻ ക്ലാസ്സിൽ സ്കൂളൊന്നും അങ്ങനെ ശരിക്കും പഠിപ്പിക്കൊന്നുമില്ല. അന്നത്തെ കാലഘട്ടത്തിലെ ടീച്ചർമാർക്കൊക്കെ ഭയങ്കര മടിയാണ്. ഇപ്പോഴത്തെ ടീച്ചർമാർക്ക് സൂപ്പറാണ് ഏത് സ്കൂളിൽ പോയാലും. പണ്ടത്തെ അധ്യാപകർ എന്ന് പറയുന്നത് എല്ലാവരും അടച്ചാക്ഷേപിക്കല്ല, 1 2 3 ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും നല്ലത്. ബാക്കിയൊക്കെ ക്ലാസ്സിൽ വന്ന് വെറുതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിച്ച് ഒന്നും മനസ്സിലാവില്ല. ട്യൂഷനൊക്കെ പോകുന്നതിനെ കൊണ്ടാണ് 10ാം ക്ലാസ്സിൽ അത്യാവശ്യം നല്ല മാർക്കൊക്കെ മേടിച്ച് പോകാൻ പറ്റിയത്. അപ്പൊ ആ സാറ് ഇംഗ്ലീഷ് എസ്സേ പഠിച്ചു വരാൻ പറഞ്ഞപ്പോ ഞാൻ പഠിച്ചു, ഒക്കെ നന്നായി പഠിച്ചിട്ടുണ്ട്. വലിയൊരു എസ്സേ ആയിരുന്നു. ആ എസ്സേ പഠിച്ചു വരാൻ പറഞ്ഞപ്പോൾ എല്ലാവരോടും ചോദിച്ചു, എന്നോട് ചോദിക്കാൻ വേണ്ടി വന്നു. ഞാൻ ആദ്യമൊക്കെ നന്നായിട്ട് പറഞ്ഞു, ഫ്ലുവൻ്റ് ആയിട്ട് എല്ലാം പറഞ്ഞു. പകുതിക്ക് വെച്ച് അത് കിടക്കുന്നു. ആ സാറാണെങ്കിൽ ഒരു വേർഡ് തെറ്റി അപ്പ ചീത്ത അറിയുന്നത്. പകുതിക്ക് വെച്ചിട്ട് എനിക്കൊരു സെന്റൻസ് അങ്ങോട്ട് കിട്ടണില്ല. ഞാൻ ഒത്തിരി നിന്ന് ആലോചിക്കാൻ തുടങ്ങി. അതെന്തേന്നു. സാറ് ഒരു കട്ടയ്ക്ക് നമ്മുടെ അടുത്തേക്ക് അടുക്കുന്നില്ല. എല്ലാം കിട്ടി. അന്ന് ചോറിലോണ്ട് 2 3 ഒരുമിച്ച് കിട്ടി. എനിക്ക് ഇപ്പോഴും മറക്കാൻ പറ്റൂല. അത് ബൈഹാർട്ട് പഠിച്ചതിന്റെ ഒരു ഗുണം ഞാൻ അന്ന് അനുഭവിച്ചത്. അതിന് ശേഷം ഞാൻ ബൈഹാർട്ട് പഠിച്ചിട്ടില്ല. എന്താണ് എന്നുള്ളത് വായിച്ച് മനസ്സിലാക്കും. അത് മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും നമ്മുടെ ഭാഷയിലേക്കാണ് എഴുതും. അത് ഇംഗ്ലീഷ് ആയിട്ടാലും ഇപ്പം ബൈഹാർട്ട് പഠിക്കണ്ടല്ലോ, ഇപ്പെല്ലാം മനസ്സിലാക്കി എഴുതലല്ലേ. മനസ്സിലാക്കി എഴുതലാണ്. അന്ന് അങ്ങനെയല്ല. പക്ഷെ ഇപ്പം ബൈഹാർട്ട് പഠിക്കണടാ. ഇപ്പൊ 10ാം ക്ലാസ്സിലൊക്കെ ബൈഹാർട്ട് തന്നെയല്ലേ. 10ാം ക്ലാസ്സിലൊക്കെ ചോദിക്കുന്നത് നമ്മളെ പഠിപ്പിച്ച അതേ സാധനം തന്നെയാണല്ലോ ചോദിക്കുക. 10 9 ഒക്കെ സെയിം ആണ്. എന്താണോ പഠിപ്പിച്ചത് അതായത് എഴുതുക. അതന്നെയാണ് 10 9 പഴയ സിസ്റ്റത്തിലേക്ക് പിന്നെയും വരുന്നുണ്ട്. ചെറിയ ക്ലാസ്സുകളിലാണ് നമ്മൾ എന്താണോ പഠിപ്പിച്ചത് അതൊന്നും വരില്ല. അതുമായി കണക്റ്റഡ് ആയിട്ടുള്ള അതേ സെയിം പാറ്റേണിലുള്ളത് വരും. പക്ഷെ 8th 9th 10th ഈ 3 ക്ലാസ്സുകളിൽ പഠിപ്പിച്ചത് തന്നെയാണ് ഏകദേശം വരുന്നത്. ഇപ്പൊ പരീക്ഷ പേപ്പർ നോക്കുമ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്നുവെച്ചാൽ സെയിം ക്വസ്റ്റ്യൻ പേപ്പർ ആണ്, അല്ലെങ്കിൽ സെയിം രീതിയിലാണ് എഴുതേണ്ടത്. എന്താണോ ചോദിച്ചത് അതേ രീതിയിൽ തന്നെയാണ് എഴുതേണ്ടത്. മറ്റേതാണ് 7ാം ക്ലാസ് അതുകൊണ്ടായിരിക്കും മിസ്സേ 10th കുറെ കുട്ടികൾക്ക് ഇപ്പൊ A+ കിട്ടുന്നില്ലേ. നമ്മളെല്ലാം പഠിക്കുമ്പോ അത്രേ കിട്ടൂ, 3 4. അതാണ്. പക്ഷെ ഇന്നത്തെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വാല്യൂ കുറവാണെന്ന് എൻ്റെ ഒരു അഭിപ്രായം. എല്ലാവർക്കും മുഴുവൻ കൊടുക്കും. അന്നൊക്കെ ഞാൻ പഠിക്കുന്നത് എന്റെ ക്ലാസ്സിലെങ്ങാണ്ട് 45 കുട്ടികളെങ്ങാണ്ടുണ്ട്. ആ 45 കുട്ടികളിൽ എന്റെ ക്ലാസ്സിലാകെ പാസ്സായത് 13 കുട്ടികളാണ്. ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ 13 കുട്ടികൾ. ആ 13 കുട്ടികളുടെ ഡിസ്റ്റിങ്ഷൻ വാങ്ങിയ ആള് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്നത്തെ സമയത്ത്, അന്നത്തെ കാലഘട്ടത്തിൽ. അന്ന് A+ ഒന്നുമില്ലല്ലോ, ഡിസ്റ്റിങ്ഷൻ അല്ല ഏറ്റവും ടോപ്പ് എന്ന് പറയുന്നത്. പിന്നെ റാങ്ക് ആണ്. റാങ്ക് കഴിഞ്ഞാൽ അതിന്റെ താഴെയുള്ളതാണ് ഡിസ്റ്റിങ്ഷൻ. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ക്ലാസ്, അങ്ങനെ. അപ്പൊ അങ്ങനെ എപ്പോഴും ഓർമ്മയുണ്ട്. 45 13 കുട്ടികൾ എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കിക്കേ, പകുതി പോലും ഇല്ല. ഞാൻ പഠിക്കുമ്പോണ്ടല്ലോ മിസ്സേ, ഞാൻ 10th പഠിക്കുമ്പോ മാടായി ഉപജില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരാൾക്ക് മാത്രമേ ഫുൾ A+ കിട്ടിയിട്ടുള്ളൂ 10th. അതാണ് പറയണത്. ഇവിടെ നോക്കിക്കേ, എന്താ ഒരു കുട്ടികൾക്ക് പോലും ജസ്റ്റ് ഒന്നും പഠിക്കാത്തവർക്ക് പോലും 4 5 A+ എങ്ങനെ കിട്ടുന്നു ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇപ്പൊ പുതിയ നിയമം വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അങ്ങനെ വാല്യൂ എഡ്യൂക്കേഷൻ വരണം, കുട്ടികൾ എന്ത് എഴുതി വെച്ചാലും മാർക്ക് കൊടുക്കരുത്, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ എന്തൊക്കെയോ നിയമമൊക്കെ വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു ക്വസ്റ്റിന് തന്നെ ഒരു 10 മാർക്കിനാണെങ്കിൽ ഒരു 8 മാർക്കും കൊടുക്കുക, അല്ലെങ്കിൽ 10 മാർക്കിന് 10 മാർക്കും തന്നെ കൊടുക്കുകയാണ് ഇപ്പൊ. അപ്പൊ നമ്മളൊക്കെ പഠിച്ച കാലത്ത് അങ്ങനെ കൊടുക്കൂലല്ലോ. പോയിന്റ്സ് കംപ്ലീറ്റ് വരണം, എന്തൊക്കെ കാര്യം, എത്ര പേജ് എഴുതിയാലാ ഒരു 10 മാർക്ക് കിട്ടണത്. ഇപ്പത്തെ മക്കൾ എങ്ങനെയാ അറിയോ, തോനെ എഴുതിയ തോനെ മാർക്ക്. പണ്ടത്തെ ടീച്ചർമാർ അങ്ങനെയെന്നല്ലോ, തൂക്കി നോക്കി മാർക്ക് കിട്ടുന്ന മാതിരിയാണല്ലോ. അപ്പൊ ടീച്ചർ എൻ്റെ അടുത്തേക്ക് വരും കുട്ടികൾ, ഇത്ര എഴുതിക്കണല്ലോ മിസ്, എത്ര പോയിന്റ് തന്നെ പഠിപ്പിച്ച സാധനങ്ങൾ മൊത്തം എഴുതാം. ഇനിയിപ്പോ പണ്ടത്തെ ടീച്ചേഴ്സ് എത്ര പെർഫെക്റ്റ് ആയിട്ട് എഴുതിയാലും ഈ ലാംഗ്വേജ് ടീച്ചേഴ്സ് ഒക്കെ കണ്ടില്ല, 1/2 മാർക്ക് 1 മാർക്കൊക്കെ കുറയ്ക്കും. ഫുൾ മാർക്ക് ഒന്നും ഇട്ട് കൊടുക്കൂല. ആണെങ്കിൽ 7 മാർക്കാണെങ്കിൽ 6.5 ഇടുള്ളൂ. 6 മാർക്ക് ഇടുള്ളൂ. മുഴുവൻ അതുപോലെ ഇന്റേണൽ തന്നെ എത്രയും നമ്മൾക്കൊക്കെ 18 അങ്ങനെയൊക്കെ കിട്ടിയിട്ടുള്ളൂ. നമ്മളെല്ലാം കുറച്ച് പഠിക്കുന്ന കുട്ടികൾക്ക് വരെ അങ്ങനെ കിട്ടും. എല്ലാം ഫുള്ള് കംപ്ലീറ്റ് കൊടുക്കാനാ. 50 50 കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ ആ ടീച്ചേഴ്സിന്റെ പേരിൽ കേസ് വരെയാണ്. അപ്പൊ പിന്നെ അവർക്ക് പിന്നെ അത് കൊടുത്തേ മതിയാവുള്ളൂ. അതാണ് പോയിന്റ് ഉണ്ടല്ലോ എന്ന് പറയും. അതാണ്. ഇപ്പൊ ഞങ്ങൾ ഇവിടെ എന്താ ചെയ്യാറ്, ക്ലാസ് ടെസ്റ്റ് നമ്മളിപ്പോ ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം എന്നൊക്കെ പറഞ്ഞ എക്സാം നടത്തുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇടണല്ലോ, C മാർക്ക് ഇടണം. അപ്പൊ C മാർക്ക് ഇടുമ്പോൾ ഞങ്ങൾ എക്സാം ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ മാക്സിമം പിടിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പൊ ഞാൻ ക്ലാസ്സിൽ പെർഫോമൻസ് ഇല്ലാത്തവർക്കൊക്കെ നമ്മൾ 6 5 10 6 5 7 ആ ഒരു റേഞ്ചിൽ കൊടുക്കും. നന്നായിട്ട് പെർഫോം ചെയ്യുന്നവർക്ക് 8ന്റെ മുകളിൽ 8 9 10 ആ റേഞ്ചിലേക്കും കൊടുക്കും. അപ്പൊ തന്നെ കുട്ടികൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ, എന്താ ടീച്ചർ അങ്ങനെ എങ്ങനെയെന്നൊക്കെ. പക്ഷെ നമുക്ക് പബ്ലിക്കിന് നമുക്ക് പറ്റൂല. പബ്ലിക്കിന് നമുക്ക് മൊത്തം കൊടുത്തല്ലേ പറ്റൂ. ഒരു കുട്ടീനെ നമ്മൾ ഇനിയിപ്പോ നമ്മൾ കൊടുക്കാത്ത ആ മാർക്ക് കൊണ്ട് കുട്ടി തോറ്റു പോകണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, കൊടുക്കുകയും ചെയ്യും. എന്നാൽ അതുകൊണ്ട് മാത്രമല്ല കുട്ടി വാസമാണ്, കുട്ടിക്ക് വാരിക്കോരി മാർക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുട്ടി ഒരു എന്താ പറയാ പക്ഷി പാറുന്നു എന്നുള്ളതിന് ആ എഴുതി അവിടെ മാർക്ക് കൊടുത്ത്. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി.
അല്ലെ? ഒരു സെന്റൻസ് ഒരു കുഞ്ഞു കുട്ടി എഴുതാണ് പക്ഷി പാറുന്നു എഴുതിയാ മതി അവിടെ, അപ്പേക്ക് അവിടെ മാർക്ക് കൊടുക്കണം എന്നാണ് ആ ഒരു ഇപ്പത്തെ വാല്യൂ ഇല്ലാത്ത എഡ്യൂക്കേഷൻ. പക്ഷെ ഇന്നിപ്പോ അത് മാറണം എന്നൊക്കെ പല ആൾക്കാരും പറഞ്ഞ് അതിന്റെ ബേസിസിൽ മാറും എന്നൊക്കെയാണ് കേൾക്കുന്നത്. അപ്പൊ നമ്മളിങ്ങനെ കാട് കയറി പോയതല്ല, ഞാൻ ബൈഹാർട്ട് പഠിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങനെ പോയതാണ്. അപ്പൊ മനപ്പാഠമാക്കുന്നതിനോട് അദ്ദേഹത്തിന് യോജിപ്പുണ്ടായിരുന്നില്ല. പിന്നെ കുട്ടികൾക്ക് താല്പര്യം ഇല്ലാത്തപ്പോ പഠിപ്പിക്കരുത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ലെ? കുട്ടികൾ ഇങ്ങനെ ബോറടിച്ചിരിക്കുക, കുട്ടികൾക്ക് പഠിക്കാൻ ഇഷ്ടമില്ല, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരിക്കലും പഠിപ്പിക്കലുണ്ടാവില്ല. പഠിപ്പിക്കോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും പഠിപ്പിക്കോ? കുട്ടികൾക്ക് എപ്പോഴെങ്കിലും താല്പര്യം ഉണ്ടാവും? അല്ലേ? നമുക്ക് മിസ്സേ മതി, മിസ്സേ എടുക്കണ്ട എന്നും കൂടി പറഞ്ഞിട്ടുള്ളൂ 10ാം ക്ലാസ്സിലെ പിള്ളേരിനോട്, മതി മിസ്സേ മതി, ഇനി നാളെ എടുക്കാം മിസ്സേ എന്ന്. എന്നാ പരീക്ഷയ്ക്ക് ചാപ്റ്റർ കഴിഞ്ഞില്ലെങ്കിലോ, എക്സാമിന് ചാപ്റ്റർ കഴിഞ്ഞില്ലെങ്കിലോ ഒരു തന്നെ നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യുകയും ചെയ്യും. അപ്പൊ നമ്മൾ എടുക്കുമ്പോൾ അവർക്ക് മതിയാവുകയാണ്. 10, 20, 25 മിനിറ്റ് ആകുമ്പോഴേക്കും മതി. നോട്ട്സ് കൊടുക്കുകയാണെങ്കിൽ കൈ വേദന. ഞാൻ ചോദിക്കും കുറച്ച് തൈലം കൊണ്ടുവച്ചോളി, കൈ നോട്ട്സ് എഴുതുമ്പോൾ കൈ വേദനയ്ക്ക് അറിയാൻ. അല്ലാണ്ട് എന്താ നമ്മൾ പറയാ, എന്നാ പിന്നെ എന്താ പറയാ, ഞാൻ ചാപ്റ്റർ എടുക്കാം, ചാപ്റ്റർ മാത്രം എടുത്ത് പോകാൻ, നോട്ട് നിങ്ങൾ സ്വയം എഴുതിക്കോളി. എന്നാ അതും പറ്റൂല. നോട്ട് കൊടുക്കണം, ചാപ്റ്റർ കൊടുക്കണം, എന്നാലും അവർക്ക് എഴുതാനും പറ്റില്ല. പിന്നെ അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? അങ്ങനെയുള്ള പിള്ളേരാണ് ഇപ്പത്തെ കാലഘട്ടത്തില്. നമ്മളൊക്കെ പഠിച്ച കാലത്ത് ആ 1/2 മണിക്കൂർ 3/4 മണിക്കൂർ ക്ലാസ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമ്മൾ അനങ്ങാനും പോലും പറ്റൂല. അവര് പറയണ എഴുതിയില്ലെങ്കിൽ അവരുടെ വായിന്ന് കേൾക്കും. എന്തോരം ചീത്ത കേൾക്കണേ. ഇപ്പോഴത്തെ പിള്ളേർക്ക് എന്തോരം റിലാക്സാ കിട്ടണേ, ഫുൾ ടൈം റിലാക്സാ, എന്നിട്ട് അവർക്ക് പറ്റില്ല എന്നാ പറയുന്നത്. മിസ് ഇപ്പൊ ക്ലാസ്സിൽ വടിയെടുക്കാറുണ്ടോ? വടിയെടുക്കാം. എച്ച്എം പറഞ്ഞാന്ന് വെച്ചാൽ ഇപ്പൊ ഇതിന് മുന്നേ സുപ്രീം കോടതി ഒരു വിധി വന്നു, വടിയെടുക്കായിരുന്നു. പിന്നെ അതെന്ത് ചെയ്തു, സ്റ്റേ ചെയ്തു, വടിയെടുക്കാൻ പാടില്ല അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ പിന്നെയും ഹൈക്കോടതി വിധി വന്നിട്ടുണ്ട് അത്ര വടിയെടുക്കാന്ന്. കുട്ടികള് അനുസരണക്കേട് അല്ലെങ്കിൽ കുട്ടികൾ തീരെ എന്താ പറയാ വികൃതികൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ തിരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് എടുക്കാം എന്നുള്ള രീതിയിൽ ഒരു നിയമം വന്നിട്ട് എന്ന് എച്ച്എം ഞങ്ങളോട് പറഞ്ഞു. വടിയില്ലാത്ത ക്ലാസ് പോവാൻ വയ്യേ. എത്ര ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ, പക്ഷെ എന്നാ പോലും നമ്മൾ മക്കളെ നടക്കി ഇരുത്തണം എന്നുണ്ടെങ്കിൽ എനിക്ക് 10, 9 ഒന്നും എനിക്ക് വലിയ പ്രശ്നമില്ല. ഞാൻ എന്റെ തൊള്ളേമിൽ പിടിച്ചേക്കും, നല്ല സൗണ്ട് ഉണ്ട്, അപ്പൊ അതിൽ പിടിച്ചേക്കും. പക്ഷെ എനിക്ക് ഒരു 5ാം ക്ലാസ് ഇട്ടുണ്ട്, ഒരു 10ാം ക്ലാസ് എടുക്കുന്നുണ്ട്, 9ാം ക്ലാസ് എടുക്കുന്നുണ്ട്, 8ാം ക്ലാസ് എടുക്കുന്നുണ്ട്, ഒരൊറ്റ 5ാം ക്ലാസ്. നമ്മളെ പിരീഡ് തയ്ക്കാൻ വേണ്ടിയിട്ട് 5ാം ക്ലാസ് വരുമല്ലോ, ചെറിയൊരു ക്ലാസ്. ഈ 5ാം ക്ലാസ്സിലേക്കാണ് പോയാൽ വരുമ്പോഴേക്ക് എനിക്ക് തലവേദനയാണ്. അടങ്ങിയിരിക്കുന്ന മക്കൾ ഇങ്ങനെ ഓട്ടിലിട്ട കടുക് പോലെയാണ് കുട്ടികള്. അങ്ങോട്ട് പോയാൽ അങ്ങോട്ട് വിളിച്ചാൽ ഇങ്ങോട്ട്, ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട്, അങ്ങനെ രീതിയിൽ എന്ത് പറഞ്ഞാലും അനുസരണമില്ലാത്ത ഒരു മക്കള്. അപ്പൊ ഞാൻ ചോദിക്കും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഇങ്ങനെ, അപ്പൊ ഗവൺമെന്റ് സ്കൂളൊക്കെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാ? കഴിഞ്ഞ വർഷം ഞാൻ ഗവൺമെന്റ് സ്കൂളിൽ 1 വർഷം പഠിപ്പിച്ചത്, അപ്പോഴും ഇങ്ങനെ തന്നെയാ. ചെറിയ ക്ലാസ്സുകളാണ് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുക. അപ്പൊ നിങ്ങളൊക്കെ നന്നായി പ്രൈവറ്റ് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. ഞാനിവിടെ മലപ്പുറം മമ്പുറം, നിങ്ങൾ മമ്പുറം കേട്ടില്ലേ? മമ്പുറം പള്ളി, കേട്ടിട്ടുണ്ട്. മമ്പുറം പള്ളിന്റെ അടുത്തൊരു സ്കൂളുണ്ട്, 10ാം ക്ലാസ് വരെയുള്ള പ്രൈവറ്റ് സ്കൂൾ. അവിടെയാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പൊ. അപ്പൊ അവിടെയുള്ള മക്കളെ സ്ഥിതി ഇങ്ങനെയാണ്. അപ്പൊ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് മക്കളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണോ എന്ന് നമ്മൾ ഇന്നൊരു വില ഇല്ലാത്ത അവസ്ഥയാണ് ഇന്നത്തെ കാലഘട്ടം തന്നെ. പണ്ടൊന്നും നമുക്കറിയാം, നമുക്ക് സ്റ്റാഫ് റൂമിലേക്ക്, ടീച്ചേഴ്സിനെ സ്റ്റാഫ് റൂമിലേക്കായിട്ട് കയറാൻ നമുക്ക് പേടിയായിരുന്നു. കുട്ടികളെ ടീച്ചേഴ്സിനോട് സംസാരിക്കാൻ പേടിയായിരുന്നു. ഇന്നത്തെ മക്കൾക്ക് അങ്ങനെയല്ല, തോളിൽ കൈയിട്ടും കൊണ്ടാ മക്കള്. അങ്ങനെയുള്ള കാലഘട്ടമാണ്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ പിടിച്ചിക്കണമെങ്കിൽ കുറച്ച് പൊടിക്കൈകളൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിലേ നമുക്ക് പിടിച്ചിക്കാൻ പറ്റുള്ളൂ. അതാണ് ഇപ്പൊ ഇവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ അദ്ദേഹം പറഞ്ഞ എന്താ, താല്പര്യം ഇല്ലാത്തപ്പോൾ പഠിപ്പിക്കരുത് എന്ന്. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ പോയത്, കാട് കയറി പോയത്. എന്താ താല്പര്യം ഇല്ലാത്തപ്പോൾ പഠിപ്പിക്കരുത് എന്നാൽ പിന്നെ ഒരിക്കലും നമ്മൾ പഠിപ്പിക്കലുണ്ടാവില്ല. ഓർക്ക് താല്പര്യം ഉണ്ടായിട്ട് നമ്മൾ പഠിപ്പിക്കലുണ്ടാവില്ല, അല്ലെ? ഓരുടെ കൺസെപ്റ്റ് എന്താ, വെറുതെ അങ്ങനെ പരീക്ഷ എഴുതി മാർക്ക് ഇട്ട് കൊടുക്കുക, പഠിപ്പിക്കരുത് പഠിക്കരുത്, അതാണ് ഓരുടെ താല്പര്യം. പിന്നെ പഠന പ്രക്രിയ കുട്ടികൾക്ക് വിനോദപ്രദമായ ഒരു അനുഭവമായി തോന്നാം. ഞാനൊന്ന് ഇറങ്ങിക്കോട്ടെ, ഇവന് ക്ലാസ് ഉണ്ട്, ഈ സമയത്താ വന്നത്. എനിക്ക് ഒരു രക്ഷയില്ല ആ ടൈമില്. ഞാൻ റെക്കോർഡ് കേട്ടോളാം. ആർക്കാ ക്ലാസ്? മോനെ ഒരു നമ്മുടെ നവാമിലെ ഒരു ക്ലാസ്സിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. അവൻ 8:30ക്കാണ് തുടങ്ങിയത്. ശരി. ഞാൻ റെക്കോർഡ് കേട്ടോ. റെക്കോർഡ് കണ്ടോളൂ കേട്ടാ. ഓക്കെ, താങ്ക് യു. അപ്പൊ പിന്നെ പറയുന്നത് എന്താ, പഠനം ഒരാൾക്ക് വേണ്ടിട്ട് ക്ലാസ് എടുക്കുന്നുണ്ടേ മിസ്? വേറെ ആരും ഇല്ലല്ലോ? ഞാനും NS ഗ്ലോബൽ അവര് അക്കാദമിന്റെ അവരാ. ആണോ? ഒരാളാണോ ഇപ്പൊ ഉള്ളത്? കുഴപ്പമില്ല മിസ്, അവര് റെക്കോർഡ് കേട്ടോട്ടെ. എന്നോട് പറഞ്ഞ നിങ്ങൾ കുട്ടികളെ നോക്കണ്ട, നിങ്ങൾ എടുത്തോ, അവരെ റെക്കോർഡ് കേട്ടോളൂ എന്ന് എന്നോട് പറഞ്ഞേ. നമ്മൾക്കിപ്പോ എല്ലാവരുടെ ക്ലാസ് എടുക്കാനാവില്ലല്ലോ. കണ്ടിന്യൂ ചെയ്തോ.
അപ്പൊ പറയുന്നത് പിന്നെ പഠന പ്രക്രിയ എന്ന് പറയുന്നത് കുട്ടികൾക്ക് വിനോദപ്രദമായിട്ടുള്ള ഒരു അനുഭവമായി തോന്നണം, വിരസമായി തോന്നരുത്, ബോറടിപ്പിക്കുന്ന രീതിയിലാവരുത്. കുട്ടികൾക്ക് നല്ല എൻജോയ്മെന്റ് ഉണ്ടാവണം, നല്ല എന്താ പറയാ രസകരമായിട്ടുള്ള കളികളിലൂടെയും എല്ലാ ആക്ടിവിറ്റീസിലൂടെയും ഒക്കെ കടന്നു പോകുന്ന രീതിയിലായിരിക്കണം നമ്മുടെ പഠന പ്രക്രിയ. പിന്നെ അഭ്യാസം വഴി പഠിപ്പിച്ചത് ഉറപ്പിക്കണം. എന്താണ് അഭ്യാസം വഴി? അഭ്യാസം എന്ന് പറഞ്ഞാൽ പ്രാക്ടീസിലൂടെ എന്ത് ചെയ്യണം, നമ്മൾ എന്താണോ പഠിപ്പിച്ചത് അത് എന്ത് ചെയ്യണം, നമ്മൾ ഉറപ്പിക്കണം. അത് കുട്ടികൾക്ക് അത് തറവായിട്ട് പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പിക്കണം. പിന്നെ കർശനമായ ശിക്ഷണം ആവശ്യമാണ്, എന്നാൽ കർശനമായ ശിക്ഷ പാടില്ല. എന്താ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, കർശനമായ ശിക്ഷണം ആവശ്യമാണ്, എന്നാൽ കർശനമായ ശിക്ഷ പാടില്ല. ശിക്ഷണം, ശിക്ഷ എന്താ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്? ശിക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർശനമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഉപദേശിച്ച് തിരുത്തി മനസ്സിലാക്കാം. പക്ഷെ കർശനമായിട്ടുള്ള ശിക്ഷ പാടില്ല, അടിക്കാനോ തല്ലാനോ കുത്താനോ ഒന്നും പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ശിക്ഷണം ആവശ്യമാണ്. ശിക്ഷണം എന്ന് പറഞ്ഞാൽ ഉപദേശത്തിലൂടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കുട്ടികളെ നല്ല വഴിയിലേക്ക് തിരിക്കാം. പക്ഷെ കുട്ടികൾ എന്ത് ചെയ്യാൻ പാടില്ല, ശിക്ഷിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇതൊക്കെയായിരുന്നു നമ്മുടെ ജോൺ ലോക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് സ്വാമി വിവേകാനന്ദനാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാള്. സ്വാമി വിവേകാനന്ദൻ നോക്കാം. സ്വാമി വിവേകാനന്ദനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. വേദാന്തിയും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്ന സ്വാമി വിവേകാനന്ദൻ 1883 ജനുവരി 12 കൽക്കട്ടയിലാണ് ജനിച്ചത്. നരേന്ദ്രനാഥ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ പേര്. അപ്പൊ 1883 കൽക്കട്ടയിലാണ് ആര് ജനിച്ചിട്ടുള്ളത്, നമ്മുടെ സ്വാമി വിവേകാനന്ദൻ ജനിച്ചത്. അദ്ദേഹത്തിന്റെ ആദ്യകാലത്തെ പേരെന്ന് പറയുന്നത് നരേന്ദ്രനാഥ് എന്നായിരുന്നു. പിന്നെ ഇദ്ദേഹത്തിന് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ച് പ്രവർത്തനം ആരംഭിച്ച നരേന്ദ്രൻ 1893 വിവേകാനന്ദൻ എന്ന നാമം സ്വീകരിച്ചു. അപ്പൊ രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ച് പ്രവർത്തനം ആരംഭിച്ച് 1893 അദ്ദേഹം എന്ത് ചെയ്തു, ഈ നരേന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള നരേന്ദ്രനാഥ് എന്ന് പറഞ്ഞിട്ടുള്ള പേര് ഉപേക്ഷിച്ച് വിവേകാനന്ദൻ എന്ന പേര് എന്ത് ചെയ്തു, സ്വീകരിച്ചു. ഏത് വർഷം? 1893. അപ്പൊ രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ആര്? വൺ വേർഡ് ചോദിക്കാം. സ്വാമി വിവേകാനന്ദൻ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നിരവധി സ്കൂളുകളും ആശുപത്രികളും സ്ഥാപിച്ച് സാമൂഹിക സേവനം തുടർന്ന് വരവെ 34-ാമത്തെ വയസ്സിൽ എന്ത് ചെയ്തു, അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞു. അപ്പോ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് നിരവധി സ്കൂളുകള്, ആശുപത്രികള്, അങ്ങനെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ രൂപീകരിച്ചിട്ട് അങ്ങനെ സാമൂഹിക സേവനമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 34-ാമത്തെ വയസ്സിൽ തന്നെ ആര് മരിച്ചു? അത്രേ? സ്വാമി വിവേകാനന്ദൻ മരിച്ചു എന്നാണ് പറയുന്നത്. വിദ്യാഭ്യാസ ലക്ഷ്യത്തെയും രീതിയെയും പറ്റി വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. മനുഷ്യനിലുള്ള സമ്പൂർണ്ണതയുടെ ആവിഷ്കാരമാണ് വിദ്യാഭ്യാസം എന്നാണ് വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള വിവേകാനന്ദന്റെ അഭിപ്രായം. അപ്പൊ വിദ്യാഭ്യാസത്തെ കുറിച്ചുള്ള വിവേകാനന്ദന്റെ കൊട്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്? ആ കൊട്ടേഷൻ നമുക്ക് മാറ്റാൻ പറ്റില്ല കേട്ടോ, അത് അതേപടി എഴുതണം. മനുഷ്യനിലുള്ള സമ്പൂർണ്ണതയുടെ ആവിഷ്കാരമാണ് വിദ്യാഭ്യാസം. അതൊരു കൊട്ടേഷനാണ്, അണ്ടർലൈൻ ചെയ്യണം. മനുഷ്യനിലുള്ള സമ്പൂർണ്ണതയുടെ ആവിഷ്കാരമാണ് വിദ്യാഭ്യാസം. എന്താണ്? മനുഷ്യനിലുള്ള സമ്പൂർണ്ണതയുടെ ആവിഷ്കാരമാണ് വിദ്യാഭ്യാസം എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഭാരതത്തെ പോലുള്ള ഒരു ദരിദ്ര രാജ്യത്ത് ഭൂരിപക്ഷം വരുന്ന ദരിദ്ര ജനതയ്ക്ക് ഈ ജീവിതക്ഷേമത്തിന് ഉണ്ടാക്കും വിധത്തിലായിരിക്കണം നമ്മുടെ പാഠ്യപദ്ധതി. ഭാരതത്തിന്റെ ശ്രേയസ് ഈ ദരിദ്ര നാരായണന്മാരുടെ കൈകളിലാണ്. അവരാണ് നമ്മുടെ കാണപ്പെട്ട ദൈവം. അവർക്ക് ആഹാരവും വസ്ത്രവും പാർപ്പിടവും സ്വാതന്ത്ര്യവും നൽകുന്നതിനുതകണം നമ്മുടെ പാഠ്യപദ്ധതി എന്ന് പറയുന്നത്. അപ്പൊ പറഞ്ഞ എന്താണ്? ഭൂരിപക്ഷം വരുന്ന ദരിദ്രം. നമ്മുടെ നാട്ടിൽ എന്ന് പറയുന്നത്, പണ്ടത്തെ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ എന്ന് പറയുന്നത് എന്താ, ഭൂരിപക്ഷം ആൾക്കാരും എങ്ങനെയുള്ളവരായിരിക്കും? ദരിദ്രരായിരിക്കും അല്ലെ? പട്ടിണി അനുഭവിക്കുന്ന, ദാരിദ്ര്യം അനുഭവിക്കുന്നവരായിരിക്കും. അപ്പൊ ആ ദരിദ്ര ജനതയ്ക്ക് ജീവിതക്ഷേമത്തിന് ഉണ്ടാകും വിധത്തിലായിരിക്കണം നമ്മുടെ പാഠ്യപദ്ധതി. ജീവിതക്ഷേമം, ജീവിതത്തിന് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു പാഠ്യപദ്ധതി ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, രൂപീകരിക്കേണ്ടത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അവർക്ക് ആഹാരവും വസ്ത്രവും പാർപ്പിടവും സ്വാതന്ത്ര്യം ഒക്കെ നൽകുന്നതിനോടൊപ്പം നമ്മുടെ പാഠ്യപദ്ധതി. ഈ ദരിദ്രരായിട്ടുള്ള ആളുകൾക്ക് ആഹാരം, വസ്ത്രം, പാർപ്പിടം, സ്വാതന്ത്ര്യം ഇതൊക്കെ നൽകുന്ന രീതിയിലുള്ളതായിരിക്കണം എന്ത്, നമ്മുടെ പാഠ്യപദ്ധതി എന്ന് പറയുന്നത്. ഒരു അയവുള്ള പാഠ്യപദ്ധതി ആയിരിക്കണം. പിന്നെ ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകൂ. അതിനാൽ നല്ല മനസ്സിനുടമയാകാൻ നല്ല ശരീരം ഉണ്ടാകണം. അല്ലെ? അദ്ദേഹം സ്വാമി വിവേകാനന്ദന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആശയമാണ് ആരോഗ്യമുള്ള. നമ്മുടെ ശരീരത്തിന് ആരോഗ്യം ഉണ്ടായാൽ മാത്രമേ നമ്മുടെ മനസ്സിനും ആരോഗ്യം ഉണ്ടാവുള്ളൂ. നമ്മുടെ ശരീരത്തിന് ആരോഗ്യം ഇല്ലെങ്കിൽ നമ്മുടെ മനസ്സിന്റെ ആരോഗ്യവും എന്ത് ചെയ്യും? ഇല്ലാതാവും. അതാണ് ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകും. അതിനാൽ നല്ല മനസ്സിനുടമയാകണമെങ്കിൽ നല്ല ശരീരമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അതുമൂലം അവിടെ എന്തിന്റെ ഇമ്പോർട്ടൻസ് ആണ് അദ്ദേഹം എടുത്തു പറയുന്നത്? കായിക വിദ്യാഭ്യാസത്തിന്, ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് ആണ് അദ്ദേഹം എടുത്തു പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവും. അതുകൊണ്ട് ആരോഗ്യമുള്ള
മനസ്സിനുടമയാകാൻ നമ്മൾ എന്ത് ചെയ്യണം? നല്ല ശരീരമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അതിന് നമുക്ക് എന്താ വേണ്ടത്? നല്ല ശരീരം ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കായിക വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണം. കുട്ടികൾക്ക് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കൂടുതലായിട്ട് കൊടുക്കണം എന്ന്. ക്ലിയർ ആണല്ലോ? ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ കായിക വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ എല്ലാ നന്മകൾക്കും അടിസ്ഥാനം കായികാരോഗ്യമാണ്. കായികമായിട്ടുള്ള ആരോഗ്യം നമുക്ക് ഉണ്ടെങ്കിൽ എല്ലാ നന്മകളും നമുക്ക് ഉണ്ടാവും എന്നാണ് അദ്ദേഹം പറയുന്നത്. സ്വർഗത്തിലേക്കുള്ള ആദ്യത്തെ വഴി ഫുട്ബോൾ കളിയാണ്, ഭഗവത്ഗീത പിന്നീട് എന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു എക്സാമ്പിൾ എന്നോളം അദ്ദേഹം പറഞ്ഞത് എന്താ? എല്ലാ നന്മകൾക്കും അടിസ്ഥാനം കായിക വിദ്യാഭ്യാസമാണ്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ നന്മകളും ഉണ്ടാവും. ഇവിടെ അദ്ദേഹം ഒരു ഉദാഹരണ സഹിതം പറഞ്ഞ എന്താ? സ്വർഗത്തിലേക്കുള്ള ആദ്യത്തെ വഴി ഫുട്ബോൾ കളിയാണ്, ഭഗവത്ഗീത പിന്നീടാണ്. എന്താ? സ്വർഗത്തിലേക്കുള്ള ആദ്യത്തെ വഴി എന്ന് പറയുന്നത് എന്താ? ഫുട്ബോൾ കളിയാണ്. ഭഗവത്ഗീത പിന്നീടാണെന്ന്. ഭഗവത്ഗീത എന്ന് പറയുന്നത് എന്താ? ഒരു എന്താ പറയാ, പുരാണ ഗ്രന്ഥമാണ്, ഒരു ഇതിഹാസ ഗ്രന്ഥത്തിന്റെ ഭാഗമാണ്. രാമായണ മഹാഭാരതത്തിന്റെ ഒരു ഭാഗമാണ് അല്ലെ ഭഗവത്ഗീത. ശ്രീകൃഷ്ണൻ അർജുനന് ഗീത ഉപദേശിച്ചതാണ് എന്ത്? ഭഗവത്ഗീത എന്ന് പറയുന്നത്. കുരുക്ഷേത്ര യുദ്ധത്തില് പാണ്ഡവരും കൗരവരും തമ്മിൽ യുദ്ധം നടന്ന സമയത്ത് എന്താ പറയാ, പാണ്ഡവരും കൗരവരും എന്താണ്, എന്താ പറയാ, കുടുംബക്കാരാണല്ലോ. ജ്യേഷ്ഠാനുജന്മാരും എന്താ പറയാ, ഏട്ടന്റെ അച്ഛന്റെ അനിയന്റെ മക്കൾ അങ്ങനെയുള്ള കുടുംബക്കാരാണ്. ശത്രുക്കളായിട്ട് നിൽക്കുന്നത്, തങ്ങളെ ആക്രമിക്കാനായിട്ട് നിൽക്കുന്നതൊക്കെ ആരാണ്? അമ്മാമ്മമാരും അങ്ങനെയുള്ള കുടുംബക്കാരൊക്കെയാണ്. അപ്പൊ നമ്മുടെ അർജുനൻ ഇങ്ങനെ എന്ത് ചെയ്യാണ്? യുദ്ധം ചെയ്യാതെ ഇങ്ങനെ മടിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് ശ്രീകൃഷ്ണൻ അർജുനനെ ഉപദേശിക്കുകയാണ്. എന്താണ്? അവിടെ ബന്ധുക്കളെന്നോ മിത്രങ്ങളെന്നോ ഒന്നും നോക്കണ്ട, ഇവിടെ നമ്മുടെ വിജയമാണ് പ്രധാനമെന്ന്. എന്താ പറയാ, ജയധർമ്മ പരാജയകരോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംസ്കൃത ശ്ലോകം ഉണ്ട്, അതിൽ പറയുന്നുണ്ട്. അപ്പൊ അതിൽ പറയുന്നുണ്ട് ഇവിടെ നമുക്കുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് വിജയം മാത്രമാണ് എന്ന്. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ എന്താ പറയാ, സ്വർഗത്തിലേക്ക് നമ്മളിപ്പോ രാമായണ ഗ്രന്ഥമായാലും ഏത് മതഗ്രന്ഥങ്ങളായാലും, ഖുർആൻ ആയാലും രാമായണ ആയാലും മഹാഭാരത ആയാലും അതേപോലെ തന്നെ ബൈബിൾ ആയാലും ഒക്കെ നമ്മൾ വായിക്കും അല്ലെ. ഓരോ മതസ്ഥരും പല ഗ്രന്ഥങ്ങളാണ് വായിക്കുക. അപ്പൊ അത് വായിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ സ്വർഗത്തിലേക്ക് പോകും, അല്ലെങ്കിൽ അത് ദൈവത്തോട് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ടാണ്, ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അത് വായിക്കുന്നത് അല്ലെ. നമ്മുടെ മക്കളെ നമ്മൾ എന്ത് ചെയ്യും? അതൊക്കെ വായിപ്പിക്കും. അപ്പോ അത് നമ്മുടെ ഒരു കൺസെപ്റ്റാണ്, സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴി, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ നമ്മുടെ മനസ്സ് നിൽക്കാനുള്ള ഒരു വഴി എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഇവിടെ സ്വാമി വിവേകാനന്ദൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വർഗത്തിലേക്കുള്ള ആദ്യത്തെ വഴി എന്താ? ഫുട്ബോൾ കളിയാണെന്ന്. ഫുട്ബോൾ കളിച്ചാൽ സ്വർഗത്ത് പോകുന്നല്ല പറഞ്ഞത്. അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഫുട്ബോൾ കളി എന്ന് പറയുന്നത് എന്താണ്? ഒരു തരത്തിലൊരു എക്സസൈസ് തന്നെയാണ് അല്ലെ. ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ശാരീരിക വ്യായാമല്ലേ ഫുട്ബോൾ കളി എന്ന് പറയുന്നത്. അപ്പൊ ഈ തടി കൂടിയ ആൾക്കാരൊക്കെ, കുറച്ച് പ്രായമുള്ള ആൾക്കാരൊക്കെ കാണാം ഫുട്ബോൾ കളിക്കാൻ പോണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഫുട്ബോൾ കളിക്കുന്നത്? നമ്മുടെ ശരീരം നന്നായിട്ട് ഇളകും അല്ലെ. അപ്പൊ ആ ഒരു കായിക ആരോഗ്യം അവിടെ ഉണ്ടാവും. അപ്പൊ ശാരീരികമായിട്ടുള്ള ആരോഗ്യം ഉണ്ടാവുമ്പോഴേ മാനസികമായിട്ടുള്ള ആരോഗ്യം ഉണ്ടാവുമെന്ന്. അപ്പൊ നല്ല ശരീരം ഉണ്ടെങ്കിൽ നല്ല മനസ്സുണ്ടാവും. നല്ല മനസ്സുണ്ടായാലോ നമ്മളെവിടെ എത്തും? സ്വർഗത്തിലെത്തും. അതാണ് ഇവിടെ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്. കണ്ടോ? അദ്ദേഹത്തിന്റെ ഒരു ഉപമ പോയത് കണ്ടോ നിങ്ങള് അല്ലെ. അപ്പൊ എന്താണ്? സ്വർഗത്തിലേക്കുള്ള ആദ്യത്തെ വഴി എന്ന് പറയുന്നത് ഫുട്ബോൾ കളിയാണ്. ഭഗവത്ഗീത എന്നിട്ട് വായിച്ചാൽ മതി. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് മെത്തഡ് ഓഫ് ടീച്ചിങ് ആണ്. മെത്തഡ് ഓഫ് ടീച്ചിങ്ങിൽ പറയുന്നത്, പ്രാചീന ഭാരതത്തിലെ ഗുരുകുല സമ്പ്രദായത്തോട് ആഭിമുഖ്യം ഉണ്ടായിരുന്ന ആളാണ് സ്വാമി വിവേകാനന്ദൻ. പണ്ടത്തെ കാലത്തെ ഗുരുകുല സമ്പ്രദായം എന്താന്നുള്ളത് അറിയാലോ. ഗുരുവിന്റെ വീട്ടിൽ താമസിച്ച് പഠിക്കുക എന്നുള്ളതാണ് ഗുരുകുല സമ്പ്രദായം അല്ലെ. ആ ഗുരുവിന്റെ വീട്ടിലെ ജോലിയും ചെയ്യണം, പഠിക്കുകയും വേണം, എല്ലാം ചെയ്യണം. അങ്ങനെയുള്ള ഒരു സമ്പ്രദായമായിരുന്നു ഗുരുകുല സമ്പ്രദായം. അതിനോട് ഒരു താല്പര്യമുള്ള ഒരാളായിരുന്നു ആര്? സ്വാമി വിവേകാനന്ദൻ. കുട്ടികളെ വ്യക്തിപരമായ ശ്രദ്ധ ചെലുത്തി അവരുടെ വ്യക്തിത്വ വികാസം സാധ്യമാക്കണം എന്നതാണ് അദ്ദേഹത്തിന്റെ പക്ഷം. എന്തിനു വേണ്ടിയിട്ടാണ് ഗുരുകുല സമ്പ്രദായത്തോട് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? കുട്ടികളെ എല്ലാ സമയത്തും അധ്യാപകന് എന്ത് ചെയ്യാൻ പറ്റും? ഗുരുവിന് എന്ത് ചെയ്യാൻ പറ്റും? അടുത്തറിയാൻ പറ്റും. കുട്ടികളുടെ ഓരോ വ്യക്തിത്വ വികാസത്തിനും അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ഇൻവോൾവ് ആവാൻ പറ്റും. ഓരോ വ്യക്തിത്വ വികാസം നടക്കുമ്പോഴും എന്ത് തെറ്റ് ചെയ്യുമ്പോഴും, നല്ലത് ചെയ്യുമ്പോഴും, ശരി ചെയ്യുമ്പോഴും, തെറ്റ് ചെയ്യുമ്പോഴും കുട്ടികൾ എന്ത് ചെയ്യാൻ പറ്റും? തിരുത്താൻ പറ്റും. അതാണ് വ്യക്തിപരമായിട്ടുള്ള ശ്രദ്ധ ചെലുത്തി അവരുടെ വ്യക്തിത്വ വികാസം അല്ലെ, ആ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ത് ചെയ്യുന്നു? അവിടെ സാധ്യമാക്കണം എന്നാണ് ആരുദ്ദേശിക്കുന്നത്? സ്വാമി വിവേകാനന്ദൻ ഉദ്ദേശിക്കുന്നത്. നല്ലത് കേൾക്കാനും, നല്ലത് കാണുവാനും, നല്ലത് ചിന്തിക്കുവാനും, നല്ലത് പ്രവർത്തിക്കാനും കൊള്ളാവുന്ന രീതികളെല്ലാം അദ്ദേഹത്തിന് സ്വീകാര്യമാണ്. അപ്പൊ എന്താ? നല്ലത് കേൾക്കാന്, നല്ലത് കാണാന്, നല്ലത് ചിന്തിക്കാന്, നല്ലത് പ്രവർത്തിക്കാനൊക്കെ കൊള്ളാവുന്ന എല്ലാ രീതികളും ആർക്ക് ഇഷ്ടമാണ്? നമ്മുടെ സ്വാമി വിവേകാനന്ദന് ഇഷ്ടമാണ്. അതിന് കവിഞ്ഞ ഇടപെടൽ ഒഴിവാക്കി സ്വയം കുട്ടികളെ പഠനത്തിന് യോഗ്യമാക്കുകയാണ് വേണ്ടത്. നമ്മൾ എന്ത് ചെയ്ത്? കുട്ടികളുടെ കാര്യത്തിൽ കുട്ടികളെ കൂടുതൽ എന്ത് ചെയ്ത്? അതിൽ കഴിഞ്ഞ് കുട്ടികളോട് എന്ത് ചെയ്യരുത്? ഇടപെടരുത്. കുട്ടികൾക്ക് എന്ത് ചെയ്യണം? എന്താ പറയാ,
കുട്ടികളെ പഠനത്തിന് യോഗ്യമാക്കുക, കുട്ടികൾക്ക് പഠിക്കാൻ മനസ്സ്, ആ ഒരു മനസ്സിനെ സജ്ജമാക്കി എടുക്കുകയാണ് നമ്മൾ വേണ്ടത് അല്ലെ. കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു വിരസത ഇല്ലാതാക്കുക ആണ് വേണ്ടത്. അധ്യാപകന്റെ കർത്തവ്യം എന്ന് പറയുന്നത് അതാണ്. അറിവ് ലഭിക്കാൻ കയ്യും കണ്ണും കാതും എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കണം. നമുക്ക് അറിവ് ലഭിക്കണമെങ്കിൽ നമുക്ക് കണ്ണ് വേണം, പിന്നെന്താ വേണ്ടത്, നമ്മുടെ കൈ വേണം, കാതും വേണം. ഈ മൂന്നെണ്ണം വേണ്ടേ? കേൾക്കണം, കാണണം, എഴുതണം, എന്നാലേ നമുക്ക് അറിവ് നേടാൻ പറ്റൂ. ഈ മൂന്നെണ്ണം ഇല്ലാതെ നമുക്ക് അറിവ് നേടാൻ പറ്റുമോ? ഇല്ല. പിന്നെ കണ്ണ് കാണാത്തവര് ചെയ്യുന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ ഒരു എന്താ പറയാ ഡിസബിലിറ്റിയാണ് അല്ലെ. ജന്മനാ ഉണ്ടാവുന്ന ഒരു ഡിസബിലിറ്റി കൊണ്ട് അവർക്ക് പറ്റുന്നതാണ്. അവർ ബ്രെയിൻ ലൂബി ഉപയോഗിച്ചിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ മറികടക്കുന്നുണ്ട്. അത് വേറെ കാര്യം അല്ലെ. തലച്ചോറും വേണ്ടേ ബ്രെയിൻ? അതല്ലടാ, ബ്രെയിൻ ലിബി. കണ്ണ് കാണാതെ ഇരിക്കുന്ന ആൾക്കാർ ബ്രെയിൻ ലിബി ഉപയോഗിക്കുന്നുണ്ടല്ലോ അല്ലെ. കണ്ണ് കാണാത്ത ബ്രെയിൻ ലിബി ഉപയോഗിച്ചിട്ടല്ലേ പഠിക്കുന്നത്. അത് ഉണ്ടല്ലോ. അപ്പൊ കണ്ണ് കാണാത്ത കുട്ടികൾ എന്ന് പറയുമ്പോൾ അത്രയും ബുദ്ധിമാന്ദ്യം സംഭവിച്ച കുട്ടികളാണെങ്കിൽ അവർക്ക് പഠിക്കാൻ പറ്റൂല. അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒരു സാധാരണഗതിയിലുള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് പഠിക്കണമെങ്കിൽ കണ്ണും കാതും കയ്യും വേണം. ഇനിയിപ്പോ കണ്ണ് കാണാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ബ്രെയിൻ ലിപിയിലൂടെ എന്ത് ചെയ്യും, അത് പഠിക്കും അല്ലെ. പക്ഷെ ഇത് മൂന്നും ഇല്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റൂല എന്നുള്ളതാണ്. അപ്പൊ അത് എങ്ങനെ ഉപയോഗപ്പെടുത്താം കൃത്യമായിട്ട് അല്ലെ, നല്ല രീതിയിൽ ഈ മൂന്നും എങ്ങനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പഠിക്കാം എന്നുള്ളതാണ് കുട്ടികളെ നമ്മൾ പഠിപ്പിക്കേണ്ടത് എന്നാണ് സ്വാമി വിവേകാനന്ദൻ പറയുന്നത്. ഓക്കെ, അടുത്തത് പ്രധാനപ്പെട്ട ഒരാളാണ് രവീന്ദ്രനാഥ ടാഗോർ. അതുകൂടി പറഞ്ഞാൽ നമുക്ക് നിർത്താം. രവീന്ദ്രനാഥ ടാഗോർ സൺഡേ കുറച്ച് തോന സമയം ക്ലാസ് വെക്കൂട്ടോ. കുറച്ച് സമയം കൂട്ടി ഈ ക്ലാസ്സിൽ കയറാത്ത ആൾക്കാരോടൊക്കെ ഒന്ന് പറഞ്ഞുകൊണ്ട്. സൺഡേ 2 o'clock നമുക്കൊരു ക്ലാസ് ഉണ്ട്. 2 to 3. 2 to 30 2 to 3. 2 മണി മുതൽ 3 മണി വരെ ഒരു ക്ലാസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ നോക്കട്ടെ വേഗം. എനിക്ക് സൺഡേ ആവുമ്പോ എന്താണെന്നറിയോ, ഒരുപാട് ജോലികൾ ഉണ്ടാവും. നമ്മൾ ആകെ ഒരു വൺഡേ കിട്ടുന്നതല്ല. അപ്പൊ എന്തൊക്കെയാ, അപ്പൊ ഞാൻ നോക്കട്ടെ വേഗം പണി കഴിച്ച് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ച് നമുക്ക് രാവിലെ ആക്കാൻ പറ്റുകയാണെങ്കിൽ മോർണിംഗിൽ വെച്ചു 11 o'clock അങ്ങനെ വെച്ചിട്ട് 10 o'clock 11 o'clock ഒരു എന്താ പറയാ ഒരു 11:30 ഒക്കെ വെച്ച് കഴിഞ്ഞാല് 11:30 to 1:30 വരെയൊക്കെ വെച്ചാലും നമുക്ക് 11:30 to 12:30, ഇനിയിപ്പോ 1 മണി വരെ ആയാലും വലിയ കുഴപ്പമില്ലല്ലോ. ഫുഡ് കഴിക്കാനാകുമ്പോഴേക്കും നമ്മള് ഫ്രീ അല്ലേ. അങ്ങനെ എടുക്കാൻ നോക്കട്ടെ ഞാൻ. അപ്പൊ എല്ലാ ക്ലാസ്സിലെ കുട്ടികളോട് നിങ്ങളെ കൂടെ ഉള്ളവരോടൊക്കെ ഒന്ന് പറ കൂടുതൽ സമയം എടുക്കുമെന്ന് വെച്ചാല് മക്കള് നമുക്ക് എന്താന്ന് അറിയാം, ഇത് തീർക്കണം, ഈ മാസം തീർക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ മാക്സിമം ഓക്കെ. അപ്പൊ രവീന്ദ്രനാഥ ടാഗോർ കവി, ദേശസ്നേഹി, വിദ്യാഭ്യാസ വിചക്ഷണൻ, കലാകാരൻ, സാമൂഹിക പരിഷ്കർത്താവ്, തത്വചിന്തകൻ എന്നീ നിലകളിലെല്ലാം പ്രസിദ്ധനായി തീർന്നതാണ് പ്രസിദ്ധനായി തീർന്ന ഒരു വ്യക്തിയാണ് ആര്, രവീന്ദ്രനാഥ ടാഗോർ. ഇത് മാത്രല്ല, രവീന്ദ്രനാഥ ടാഗോറിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന വേറൊരു കാര്യമുണ്ട്. എന്താ അറിയോ? ജനഗണമന എഴുതിയതാ. അതല്ലേ ജനഗണമന. അല്ലാതെ അറിയാത്ത മലയാളികളുണ്ടോ? അതറിയാത്ത ഇന്ത്യക്കാരുണ്ടോ? അല്ലെ. ഇത് ജനഗണമന എഴുതിയത് ആരാണ്? നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ. അപ്പൊ കവിയാണ്, ദേശസ്നേഹിയാണ്, വിദ്യാഭ്യാസ ചിന്തകനാണ്, കലാകാരനാണ്, സാമൂഹിക പരിഷ്കർത്താവാണ്, ഫിലോസഫറാണ് അല്ലെ. അങ്ങനെ എല്ലാ മേഖലകളിലും പ്രശസ്തനായി തീർന്ന ഒരു വ്യക്തിയാണ് ആര്? നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ. 1864 മെയ് 4 കൽക്കത്തയിലാണ് അദ്ദേഹം ജനിച്ചത്. പിന്നെ സർവമത സാഹോദര്യം, എല്ലാ മതസ്ഥരും ഒരേപോലെ തുല്യതയോട് കൂടി നല്ല സഹോദരി സഹോദരന്മാരായിട്ട് കഴിയണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചിന്താഗതി. അതാണ് അത് വളർത്താൻ വേണ്ടിയിട്ടാണ്, അത് വളർത്തുന്ന രീതിയിലുള്ള പാഠ്യപദ്ധതിയാണ് ആര് നിർദ്ദേശിച്ചിട്ടുള്ളത്? മതസാഹോദര്യം വളർത്തുന്ന പാഠ്യപദ്ധതിയാണ് ആര് നിർദ്ദേശിച്ചിട്ടുള്ളത്? രവീന്ദ്രനാഥ ടാഗോർ നിർദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ ബോധന രീതിയാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്, മെത്തഡ് ഓഫ് ടീച്ചിങ്. മെത്തഡ് ഓഫ് ടീച്ചിങ്ങിൽ പറയുന്നത് ടാഗോർ ഒരു സൈദ്ധാന്തികൻ മാത്രമായിരുന്നില്ല, ഒരു ഫിലോസഫർ മാത്രമല്ല, നല്ലൊരു പ്രയോക്താവ് കൂടിയായിരുന്നു. പല ആൾക്കാരുണ്ട് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയും. അപ്പൊ നമ്മുടെ രാഷ്ട്രീയക്കാർ പറയണ കാര്യം, ഇനിയിപ്പോ ഇലക്ഷനായി നമ്മുടെ വീട് തോറും കയറി ഇറങ്ങും ഓരോരുത്തർ. ഞാൻ ജയിച്ചാൽ അങ്ങനെ ചെയ്യും, ഞാൻ ജയിച്ചാൽ ഇങ്ങനെ ചെയ്യും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് വായതോരാതെ ഇങ്ങനെ പ്രസംഗിക്കും. ഇപ്പൊ ചെവിക്ക് സൗകര്യമുണ്ടാവില്ല, നമ്മുടെ റോഡ് കൂടിയൊക്കെ അങ്ങനെ വിളിച്ചു പറഞ്ഞ് ഇങ്ങനെ പോകും. എന്നാലോ ജയിച്ചു കഴിഞ്ഞാൽ അവരെ മഷിട്ടൊക്കെ കാണുമോ? ഇല്ല, അതുമില്ല. അതാണ് പറയാൻ ഭയങ്കര മിടുക്കരായിരിക്കും, പക്ഷെ അത് പ്രാവർത്തികമാക്കാൻ ഒരാരെയും കാണൂല. അതേപോലെയാണ് ഇവിടെ പറയുന്നത്, അദ്ദേഹം ഒരു സൈദ്ധാന്തികം മാത്രമല്ല,
കുറെ കാര്യങ്ങൾ ഇങ്ങനെ സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കാൻ ആർക്കും പറ്റും, ഫിലോസഫി പറയാൻ ആർക്കും പറ്റും. പക്ഷെ ആ ഫിലോസഫി അവിടെ പ്രാവർത്തികമാക്കാനാണ് ബുദ്ധിമുട്ട് അല്ലെ. അപ്പൊ അദ്ദേഹം പറഞ്ഞത് എന്താ, അദ്ദേഹത്തിന്റെ ചിന്താഗതി എങ്ങനെയായിരുന്നു? അദ്ദേഹം ഒരു സൈദ്ധാന്തികം മാത്രമല്ല, ഫിലോസഫർ മാത്രമല്ല, നല്ലൊരു പ്രയോക്താവ് കൂടിയാണ്. പറയുന്ന കാര്യങ്ങൾ അതേപടി ചെയ്യുന്ന ആൾ കൂടിയാണ്. ചിന്തകൾ പറയുക മാത്രമല്ല, അതിനെന്ത് ചെയ്യാ, പ്രാവർത്തികമാക്കാനും ശ്രമിച്ചു നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടികളെ പുസ്തക പുഴുക്കളായി അധംപതിപ്പിക്കാൻ അദ്ദേഹം ഒരുമ്പെട്ടില്ല. പുസ്തക പുഴുക്കളാവാൻ പാടില്ല, ശരിയല്ലേ? വെറും പുസ്തകം പഠിച്ചിട്ട് മാത്രം കുറെ A+ കിട്ടിയോണ്ട് എന്താ കാര്യം? അതുകൊണ്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് വെറും പുസ്തക പുഴുക്കളാക്കി അധംപതിപ്പിക്കാൻ അദ്ദേഹം ഒരിക്കലും താല്പര്യപ്പെട്ടിട്ടില്ല. വിദ്യാർത്ഥികളിൽ പഠനോത്സുക്യവും സദ്വികാരങ്ങളും ഉണർത്തുന്ന ബോധന രീതികളാണ് അദ്ദേഹം സ്വീകരിച്ചത്. എന്താണ്? വിദ്യാർത്ഥികളിൽ പഠനോത്സുക്യം, പഠനത്തോടുള്ള ഉത്സാഹം വളർത്തുക, അതേപോലെ തന്നെ സദ്വികാരങ്ങൾ, നല്ല വികാരങ്ങൾ അല്ലെ, സ്നേഹം, നന്മ, ദയ, ഭക്തി, കരുണ, ബഹുമാനം, ഇങ്ങനെയുള്ള നല്ല നല്ല വികാരങ്ങൾ, അതേപോലെ തന്നെ നല്ല പഠനത്തോടുള്ള ഉത്സാഹം, ഇതെല്ലാം ഉണർത്തുന്ന രീതിയിലുള്ള ഒരു മെത്തഡ് ഓഫ് ടീച്ചിങ് ആണ് ആര് മുന്നോട്ട് വെക്കുന്നത്? രവീന്ദ്രനാഥ ടാഗോർ മുന്നോട്ട് വെക്കുന്നത്. പ്രത്യക്ഷ അനുഭവങ്ങളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും അറിവ് നേടാൻ അവസരം നൽകി. അനുഭവങ്ങളിലൂടെയും അതേപോലെ തന്നെ പ്രവർത്തനങ്ങളിലൂടെയും ആക്ടിവിറ്റീസിലൂടെയും അവരെന്ത് ചെയ്യണം? സ്വയം അറിവ് നേടിയെടുക്കണം. പിന്നെ അത് കൂടാതെ ചർച്ചകളും വിനോദസഞ്ചാരങ്ങളും ബോധനത്തിനായി സ്വീകരിക്കുകയും ചെയ്തു. കണ്ടോ, ചർച്ചകള്, ഡിബേറ്റ് നടത്തി, അതേപോലെ തന്നെ വിനോദസഞ്ചാരങ്ങൾ, ടൂറുകള്, പഠനയാത്രകളൊക്കെ നടത്തി അല്ലെ, അതിലൂടെയും എന്ത് ചെയ്യാം? കുട്ടികൾക്ക് അറിവ് നേടാം. അതേപോലെ തന്നെ അധ്യാപകർ സ്വയം പ്രകാശമുള്ള വ്യക്തികളായിരിക്കണം എന്നാണ് ടാഗോറിന്റെ പക്ഷം. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അധ്യാപകർ ഓരോരുത്തരും സ്വയം പ്രകാശിക്കണം. ആ വെളിച്ചം നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ കുട്ടികളിലേക്ക് എത്താൻ പറ്റണം അല്ലെ. നമ്മൾ സ്വയം പ്രകാശിച്ചാൽ എല്ലാ വെളിച്ചം കുട്ടികളിലേക്ക് എത്തുള്ളൂ. നമ്മൾ ഫുള്ള് ഇരുട്ടാണെങ്കിൽ ആ ഇരുട്ടല്ലേ കുട്ടികളിലേക്ക് എത്തുക. അതാണ് ഇവിടെ പറയുന്നത്, അധ്യാപകൻ സ്വയം പ്രകാശമുള്ള വ്യക്തിയായിരിക്കണം എന്നാണ് ആരുടെ അഭിപ്രായം? ടാഗോറിന്റെ അഭിപ്രായം. ഇനി, സ്വയം ജ്വലിക്കുന്ന ദീപത്തിനെ മറ്റൊന്നിനെ ജ്വലിപ്പിക്കാനാവൂ. എന്താണ്? സ്വയം ജ്വലിക്കുന്ന ദീപത്തിനെ മറ്റൊന്നിനെ ജ്വലിപ്പിക്കാനാകൂ. ശരിയല്ലേ പറഞ്ഞത്? അധ്യാപകൻ സ്വയം പ്രകാശമുള്ള വ്യക്തിയായിരുന്നാലേ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രകാശം നൽകാനാവുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. നന്നായിട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദീപത്തിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മറ്റൊന്നിനെ ഇങ്ങനെ തെളിച്ചത്തോടു കൂടി നമ്മളിലേക്ക് എത്തിക്കാൻ പറ്റും, ജ്വലിപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ എന്ന്. അല്ല, നമ്മളിൽ ഇരുട്ടാണെങ്കിൽ ആ ഇരുട്ടായിരിക്കും എന്ത് ചെയ്യാൻ മറ്റുള്ളവരിലേക്കും എത്താം. വെളിച്ചം എല്ലാവരിലും പരത്താനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത് എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് രവീന്ദ്രനാഥ ടാഗോറിൻ്റെതായിട്ട് പറയാനുള്ളത്. ഇനി അടുത്ത ഒരാളും കൂടി ഉണ്ട്, പ്രധാനപ്പെട്ട ഒരാൾ. ഘോഷ് വേണ്ട, മഹാത്മാഗാന്ധിയും ജോൺ ഡുയും മറിയ മോണ്ടിസോറി പ്രബലും ഉണ്ട്. 4 പേരുണ്ട്. അതും കൂടി കഴിഞ്ഞാൽ ഈ പാഠം കഴിയും. പ്രധാനപ്പെട്ടത് മാത്രമേ പറയുന്നുള്ളൂ. അതിൽ കുറെ ആൾക്കാർ വേറെ ഉണ്ട്, അതൊന്നും പറയുന്നില്ല. അപ്പൊ മഹാത്മാഗാന്ധിനെ നമുക്കൊന്ന് തുടങ്ങി വെക്കാം കേട്ടോ. മെത്തഡ് ഓഫ് ടീച്ചിങ് ഇഷ്ടംപോലെ ഉണ്ട് മഹാത്മാഗാന്ധിന്റെ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. മഹാത്മാഗാന്ധി നമുക്ക് ജസ്റ്റ് തുറന്നു വെക്കാം. നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ് വരുന്നുണ്ട് ഇതിൽ, അപ്പൊ അതുകൊണ്ട് വേഗം കഴിയും. മഹാത്മാഗാന്ധി സമാധാനത്തിന്റെയും അഹിംസയുടെയും പ്രവാചകനും ഇന്ത്യയുടെ രാഷ്ട്രപിതാവുമായിരുന്നു മഹാത്മാഗാന്ധി. ലോക പ്രശസ്തനായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ ചിന്തകൻ കൂടിയിട്ടാണ്. എഴുത്തും വായനയും അഭ്യസിക്കുന്നതിലല്ല, സ്വഭാവ രൂപീകരണത്തിലാണ് യഥാർത്ഥ വിദ്യാഭ്യാസം എന്ന് അദ്ദേഹം വിശ്വസിച്ചു. കുട്ടികളെ എഴുത്ത് വായന ഇതൊക്കെ പഠിക്കൽ മാത്രമല്ല വിദ്യാഭ്യാസം, കുട്ടികളുടെ സ്വഭാവ രൂപീകരണമാണ്, സ്വഭാവ രൂപവൽക്കരണമാണ്, ക്യാരക്ടർ മോഡിഫിക്കേഷൻ കൂടിയാണ് എന്ത്? യഥാർത്ഥ വിദ്യാഭ്യാസം. കുറെ മാർക്ക് കിട്ടിയിട്ടോ അല്ലെ, കുറെ എഴുത്തും വായനയും പഠിച്ചിട്ടോ അതുകൊണ്ടൊന്നും കാര്യമില്ല അല്ലെ. ക്യാരക്ടർ, നല്ലൊരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ, നന്നായിട്ട് ബിഹേവ് ചെയ്യാൻ അറിയെങ്കിൽ, മറ്റുള്ളവരെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും കരുണയോടുകൂടി പെരുമാറാനും പറ്റുമെങ്കിൽ, അതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അല്ലെ. അടിസ്ഥാന വിദ്യാഭ്യാസം അഥവാ ബേസിക് എഡ്യൂക്കേഷൻ നമ്മൾ പഠിച്ചതാണ്, വാർധ സ്കീം. ഈ വാർധ പദ്ധതി അഥവാ ബേസിക് എഡ്യൂക്കേഷന്റെ ഉപജ്ഞാതാവും ആരാണ്? നമ്മുടെ മഹാത്മാഗാന്ധിയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് ബേസിക് എഡ്യൂക്കേഷൻ. ഓക്കെ, പിന്നെ സാക്ഷരത കൈവരിക്കുന്നത് വിദ്യാഭ്യാസമായി അദ്ദേഹം കരുതിയിരുന്നില്ല. സാക്ഷരത കൈവരിക്കുക എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണോ? എല്ലാവരും എഴുത്തും വായനയും പഠിക്കുക എന്നുള്ളതാണ് ഈ സാക്ഷരത എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് എല്ലാവരും ഡിഗ്രിയും PGയും BEdും അല്ലെങ്കിൽ ഡോക്ടറേറ്റ് കൊടുക്കുക എന്നുള്ളതല്ല. അവിടെ എന്താ? എഴുത്തും വായനയും പഠിക്കുക, സ്വന്തം ഒരു പേരും കാര്യങ്ങളൊക്കെ എഴുതാനും ജസ്റ്റ് മലയാളത്തിൽ എന്തെങ്കിലും കണ്ടാൽ അത് വായിക്കാനും ഒക്കെ പറ്റുന്ന രീതിയിലേക്ക് എത്തിക്കുക. അതാണ് ഈ സാക്ഷരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ സാക്ഷരത കൈവരിക്കുന്നത് വിദ്യാഭ്യാസമായിട്ട് അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല? കരുതിയിട്ടില്ല. സാക്ഷരത കൈവരിക്കുക എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം നേടുക എന്നുള്ളതല്ലല്ലോ അർത്ഥം.
വ്യക്തമായി പഠിക്കുക എന്നുള്ളത് മാത്രമല്ലേ. കുട്ടികളുടെ വ്യക്തിത്വ വികസനത്തിനാണ് അദ്ദേഹം പ്രാമുഖ്യം കൽപ്പിച്ചത്. വ്യക്തിത്വ വികസനമാണ് അവിടെ നടക്കേണ്ടത് അല്ലെ, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണ് അവിടെ നടക്കേണ്ടത്, അല്ലാതെ മാർഗങ്ങൾക്കോ വിഷയങ്ങൾക്കോ ആയിരുന്നില്ല. റൂസോയെ പോലെ ഗാന്ധിജിയും കുട്ടികളെ അവരുടേതായ പ്രകൃതി അവസ്ഥയിൽ തന്നെ നിർത്തിക്കൊണ്ട് വിദ്യാഭ്യാസം ചെയ്യിക്കുവാനാണ് മുതിർന്നത്. പ്രകൃതിയോടിണങ്ങി പ്രകൃതിയുമായി ചേർത്ത് വെച്ചുകൊണ്ടാണ് കുട്ടികൾക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വിദ്യാഭ്യാസം കൊടുക്കേണ്ടത്. പ്രകൃതിയിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കുട്ടികളെ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കേണ്ടത്. പിന്നെ വ്യക്തിത്വ വികസനത്തെയാണ് അനുപേക്ഷണീയമായി അദ്ദേഹം കരുതുന്നത്. എല്ലാത്തിനും ഉപരിയായിട്ട് അദ്ദേഹം കരുതുന്ന ഒരേ ഒരു കാര്യമാണ് എന്ത്, വ്യക്തിത്വ വികസനം, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമായിട്ട് ആര് പറയുന്നത്, നമ്മുടെ മഹാത്മാഗാന്ധി പറയുന്നത്. പിന്നെ ശരീരം, ഹൃദയം, മനസ്സ്, ആത്മാവ്, എന്തൊക്കെയാണ്? ശരീരമുണ്ട്, ഹൃദയമുണ്ട്, മനസ്സുണ്ട്, ആത്മാവുണ്ട് എന്നിവയുടെ സമഞ്ജസമായ വളർച്ചയാണ് വിദ്യാഭ്യാസം. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ നമ്മുടെ ശരീരത്തിന്റെ, ഹൃദയത്തിന്റെ, മനസ്സിന്റെ, ആത്മാവിന്റെ ഇവ എല്ലാത്തിന്റെയും കൂടിയുള്ള വളർച്ചയാണ് എന്ത്, വിദ്യാഭ്യാസം. അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞു ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുള്ളൂ എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു എന്ന്. ആരോഗ്യമുള്ള ശരീരം ഉണ്ടായാൽ ആരോഗ്യമുള്ള മനസ്സുണ്ടാവും അല്ലെ. അപ്പൊ ശരീരം, മനസ്സ്, ഹൃദയം, ആത്മാവ് ഇവയുടെ മൊത്തത്തിലുള്ള വളർച്ചയാണ് എന്ത്, വിദ്യാഭ്യാസം. ക്ലിയർ ആവുന്നുണ്ടോ? മൊത്തത്തിലുള്ള വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം നന്നായിട്ട് എട്ടടി മനുഷ്യനാവുക, മനസ്സ് വലിയ അതുപോലെ ആവുക, മല പോലെ ആവുക, അതല്ല ഉദ്ദേശിക്കുന്നത്. മനസ്സ് നല്ല വലിയ മനസ്സാണ് നമ്മൾ പറയില്ലേ, അയാൾക്ക് എന്താ വലിയ, എല്ലാരെക്കാളും വലിയ മനസ്സാ, വലിപ്പം കൂടുതലായതുകൊണ്ടാണോ വലിയ മനസ്സാണ് നമ്മൾ പറയില്ലേ. ഒരാളെ കൊണ്ട് പറയില്ല അയാൾക്ക് വലിയ മനസ്സാണ് കേട്ടോ, നല്ല വലിയ മനസ്സാണ്, അല്ലെങ്കിൽ നല്ല മനസ്സാണ് എന്നൊക്കെ നമ്മൾ പറയും. എന്താ ഈ വലിയ മനസ്സ് നമ്മൾ പറയാനുള്ള കാരണം എന്താ? നല്ല ശുദ്ധമാണ്, നല്ല വ്യക്തിത്വമാണ്, നല്ല കാര്യങ്ങളെ ചെയ്യൂ, നല്ലതേ പറയൂ, മറ്റുള്ളവരോട് പെരുമാറാനും അല്ലെ ദയ കാണിക്കാനും ബഹുമാനം കാണിക്കാനും ഒക്കെ അയാൾക്ക് അറിയാം. അതുകൊണ്ടാണ് അയാളുടെ മനസ്സ് വലിയ മനസ്സായിട്ട് നമ്മൾ കാണുന്നത് അല്ലെ. അതാണ് ഇവിടെ പറയുന്നത് ശരീരം, ഹൃദയം, മനസ്സ്, ആത്മാവ് ഇവയുടെ എല്ലാമുള്ള വളർച്ചയാണ് എന്ത്, വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ. മനുഷ്യനിലെ നന്മയെ പുറത്തു കൊണ്ടുവരുന്നതാണ് വിദ്യാഭ്യാസം അല്ലെ. മനുഷ്യന്റെ ഉള്ളിൽ എന്തൊക്കെ നന്മകളുണ്ടോ അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വിദ്യാഭ്യാസത്തിലൂടെ പുറത്തു കൊണ്ടുവരാൻ പറ്റും എന്നാണ് ആര് പറയുന്നത്, നമ്മുടെ മഹാത്മാഗാന്ധി പറയുന്നത്. ഇനി അദ്ദേഹത്തിന്റെ മെത്തഡ് ഓഫ് ടീച്ചിങ്ങിന് പറയുന്ന കാര്യങ്ങൾ, യാന്ത്രിക പഠനത്തെ തള്ളിക്കളഞ്ഞ് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് വേണ്ടി വാദിച്ച വ്യക്തിയാണ് ഗാന്ധിജി. യാന്ത്രികമായിട്ട് കുട്ടികൾ എന്തൊക്കെയോ അങ്ങനെ പഠിച്ചു പോയി കുറെ A+ വാങ്ങിയോണ്ട് ഒരു കാര്യമില്ല. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നമ്മൾ പറഞ്ഞു, വാർധാ പദ്ധതി അഥവാ ബേസിക് എഡ്യൂക്കേഷൻ, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയ ആര്, മഹാത്മാഗാന്ധി. പിന്നെ ഉദ്ഗ്രഥിത പഠനത്തെയാണ് അദ്ദേഹം പ്രബലമായി വിലയിരുത്തുന്നത്. എന്താണ് ഉദ്ഗ്രഥിതം? എന്താണ് ഉദ്ഗ്രഥിതം? ചെറിയ കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ മുകളിലൊക്കെ കാണാം ഉദ്ഗ്രഥിത പാഠാവലി, ഉദ്ഗ്രഥിതം 1, ഉദ്ഗ്രഥിതം 2 എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താ കേട്ടിട്ടുണ്ടോ? ഉദ്ഗ്രഥിതം ലെവൽ എന്നാണോ? അല്ലല്ല, ഉദ്ഗ്രഥിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെറിയ കുഞ്ഞു മക്കളുടെ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ മുകളിൽ ഉദ്ഗ്രഥിതം 1, ഉദ്ഗ്രഥിതം 2 എന്നാ കൊടുത്തിട്ടുണ്ടാവുക. അങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ആ കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്കില് മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, EVS ഇതെല്ലാം ഒരുമിച്ചുണ്ടാവുക. ഒരു ടെക്സ്റ്റ് ബുക്കിനകത്ത് എല്ലാം ഉണ്ടാവും. അപ്പൊ അങ്ങനെ പറഞ്ഞാ എന്താ മിസ്സേ, ഉദ്ഗ്രഥിതം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് എന്താ പറയാ, ടേം എന്നാ, ടേം 1 അങ്ങനെ ആയിരിക്കൂല. ടേം അല്ലടാ, വേറൊരു പേരുണ്ട്, ഞാൻ അതാണ് ഇങ്ങനെ ആലോചിക്കുന്നത്, ഇടയ്ക്ക് എന്റെ വായിൽ വരുന്നുണ്ട് പക്ഷെ കിട്ടുന്നില്ല. എന്താ ഉദ്ഗ്രഥിതം എന്ന് പറഞ്ഞാൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഇംഗ്ലീഷ് വേർഡ് ഉണ്ട്. മറന്നുപോയത്, ഉദ്ഗ്രഥിതം. പക്ഷെ ചില വേർഡ്സ് നമ്മളെ വായിലേക്ക് വരും പക്ഷെ കിട്ടണില്ല. എന്താ പറയാ, ഒന്നില് മാത്രം. കണ്ടൻസ് ആണോ? അല്ല, അത് കണ്ടന്റ് അല്ല, അതാണ് എന്റെ വായിലുണ്ട്, സംഭവം കേട്ടൊക്കെ പറയാ പക്ഷെ അത് ആ വേർഡ് വരുന്നില്ല. കണ്ടന്റ് അല്ല, ഉദ്ഗ്രഥിതം. ഉണ്ടല്ലോ, നോക്കട്ടെ. ഉദ്ഗ്രഥിതം എന്നുള്ള വേർഡ് ആണ് കിട്ടുന്നത്. എന്താ പറയാ, ഒരു
ഇന്റഗ്രേറ്റഡ് കിട്ടി, അറിയോ? ഇന്റഗ്രേറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് ഇന്റഗ്രേറ്റഡ്. ഇന്റഗ്രേറ്റഡ് കേട്ടിട്ടുണ്ട്. ഇന്റഗ്രേറ്റഡ് എന്ന് പറയുമ്പോ എന്താ മിസ്സേ വരാ മീനിങ്? ഇന്റഗ്രേറ്റഡ് അതാണ് ഈ ഉദ്ഗതിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടി ചേർന്നത്. ഇന്റഗ്രേറ്റഡ് കൂടിച്ചേർന്ന വിദ്യാഭ്യാസം എല്ലാം കൂടി ഒരേ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എല്ലാം പഠിപ്പിക്കുക, നമ്മളെല്ലാം ഉണ്ടാവും. 1ാം ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞാല് ആ ഒരു ടീച്ചർ തന്നെയാണല്ലോ എല്ലാം പഠിപ്പിക്കുക. ഒരു 1ാം ക്ലാസ്സിലെ ടീച്ചറാണ് ആ കുട്ടിക്ക് എല്ലാം പഠിപ്പിക്കുക. ആ ടെക്സ്റ്റ് ബുക്കിനകത്ത് എല്ലാം ഉണ്ടാവുകയും ചെയ്യും. ഈ പ്രൈവറ്റ് സ്കൂളൊക്കെ പോയാലാണ് എല്ലാ സബ്ജക്റ്റും പല പല ടീച്ചേഴ്സ് പഠിപ്പിക്കുക. പക്ഷെ ഗവൺമെന്റ് സ്കൂളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആ 1ാം ക്ലാസ്സിലെ ടീച്ചർ രാവിലെ അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ആ ടീച്ചർ പുറത്തേക്ക് ഇറങ്ങുള്ളൂ. ടീച്ചർക്കാണ് അവിടെ കൂടുതൽ റൂൾ. അപ്പൊ ആ ടെക്സ്റ്റ് ബുക്കിൽ എല്ലാം ഉണ്ട്. ആ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ മൊത്തത്തിൽ പഠിപ്പിക്കുക. അതാണ് ഇന്റഗ്രേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്റഗ്രേറ്റഡ് അതാണ് എന്താ പറയാ നമ്മുടെ ഉദ്ഗതിതത്തിന്റെ ഇംഗ്ലീഷ് കേട്ടോ. എന്റെ വായ ഞാൻ പറഞ്ഞ ഇങ്ങനെ വായിൽ വരുന്നുണ്ട്, എന്താന്നുള്ളത് എനിക്ക് ഓർമ്മ കിട്ടില്ല, പെട്ടെന്ന് കിട്ടി. അപ്പൊ നോക്കാം. അപ്പോ ഉദ്ഗതിത പഠനത്തെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, വിലയിരുത്തുന്നത്. ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ തത്വം ഗ്രഹിക്കുവാൻ അദ്ദേഹത്തിന്റെ തന്നെ ഈ വാക്കുകൾ ഉപകരിക്കും. ഉൽപാദനപരമായ ഏതെങ്കിലും ഒരു കൈത്തൊഴിൽ പഠിപ്പിച്ചുകൊണ്ടായിരിക്കും ഞാനൊരു കുട്ടിയുടെ വിദ്യാഭ്യാസം ആരംഭിക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാനൊരു കുട്ടിയുടെ വിദ്യാഭ്യാസം, മഹാത്മാഗാന്ധി ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം ആരംഭിക്കുക എങ്ങനെയാ? ഒരു കൈത്തൊഴിൽ പഠിപ്പിച്ചുകൊണ്ടായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിന്റെയും ആത്മാവിന്റെയും ഏറ്റവും ഉന്നതമായ നിലയിലുള്ള വികസനം സാധ്യമാക്കുന്നത് അത്തരമൊരു സമ്പ്രദായത്തിലായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. അപ്പൊ മനസ്സിന്റെയും ആത്മാവിന്റെയും ഏറ്റവും ഉന്നതമായ നിലയിലുള്ള ഒരു ഡെവലപ്മെന്റ് നടക്കുക എന്ന് പറയുന്നത് അത്തരത്തിലൊരു വിദ്യാഭ്യാസത്തിലൂടെയാണ്. നല്ല ഒരു തൊഴിലും കൂടി അതിന്റെ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ലത്. ഇത്തരം കൈത്തൊഴിലുകളുടെ പരിശീലനം യാന്ത്രികമായ ഒന്നായിരിക്കുകയില്ല, അല്ലെ? അപ്പൊ കുട്ടികൾ ഒരു കൈത്തൊഴിൽ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാന്ത്രികമായിട്ട് കുട്ടി ചെയ്യുന്ന ഒരു കാര്യമല്ല. കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിൽ ഇൻവോൾവ് ആയിട്ട് അതെന്താണെന്ന് അറിഞ്ഞ് അത് കുട്ടിക്ക് ചെയ്യാനുള്ള ഒരു പ്രാപ്തി അവിടെ കുട്ടി നേടുന്നുണ്ട്. അല്ലാതെ യാന്ത്രികമായിട്ട് കുട്ടിക്ക് അത് ഒരിക്കലും പഠിക്കാൻ പറ്റൂല, അല്ലെ? അതാണ് ഇവിടെ പറയുന്നത്. യാന്ത്രികമായിട്ട് നമ്മളെ പല മഹാന്മാരും പറഞ്ഞത് ഈ ബൈഹാർട്ട് പഠിക്കുന്ന അതിനോട് താല്പര്യം ഇല്ലെന്നും. പക്ഷെ നമ്മളെ കേന്ദ്ര ICSE മറ്റേ CBSE എല്ലാം ബൈഹാർട്ട് പഠിക്കല്ലേ മിസ്സേ? CBSE മൊത്തം അതാണ്, ആ ബൈഹാർട്ടാണ്. ICSE അതുപോലെ തന്നെ മിസ്സേ. അവര് എന്താ ടെക്സ്റ്റിലുള്ളത് അതേ എക്സാമിന് വരൂ. അതന്നെ. പക്ഷെ അത് ശരിക്കും കുട്ടികളുടെ കഴിവുകളെ വികസിപ്പിക്കുന്ന ഒന്നല്ല ശരിക്കില്ലേ. അതൊക്കെ ശരിക്കും മാറേണ്ട സമയം. അവര് ചിന്തിക്കൂല. കുട്ടികൾക്ക് ഉണ്ടാവില്ല. എന്ത് പഠിച്ചോ അത് അവിടെ പകർത്തുക എന്നുള്ളത് മാത്രമല്ല ചെയ്യുന്നുള്ളൂ. കുട്ടികളെ റീതിങ്കിങ് നടക്കുന്നില്ലല്ലോ അവിടെ. ഒരു കാര്യത്തെ കുറിച്ച് ഒന്നും കൂടി ഒരു പുനർചിന്തനം നടത്തി അത് എങ്ങനെയാണ് അതിനെ കുറച്ചും കൂടി ഡൈവേർട്ട് ആയിട്ട് ചിന്തിക്കാനുള്ള ഒരു ശേഷി കുട്ടികൾക്ക് ഉണ്ടാവില്ല. കുട്ടികൾ പഠിപ്പിച്ച സാധനം അവിടെ പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ. പിന്നെ ഇത്തരം കൈത്തൊഴിലുകളുടെ പരിശീലനം യാന്ത്രികമായ ഒന്നായിരിക്കുകയില്ല, മറിച്ച് ആ വിദ്യാർത്ഥിക്ക് അതിന്റെ വശങ്ങളെ കുറിച്ച് വ്യക്തമായ ധാരണ ഉളവാക്കുന്ന രീതിയിലായിരിക്കും. അപ്പൊ ഒരു കൈത്തൊഴിലും കൂടി പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ആ വിദ്യാർത്ഥിക്ക് ഒരു കൈത്തൊഴിലും കൂടി പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് എന്ത് ചെയ്യണം? ആ ഒരു കൈത്തൊഴിലിനെ കുറിച്ച് എല്ലാ ധാരണയും അതിനെ കുറിച്ചുള്ള മൊത്തത്തിലുള്ള ഒരു ധാരണ എന്ത് ചെയ്യുന്നുണ്ട്? കുട്ടിക്ക് കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ മാതൃഭാഷയിലൂടെയുള്ള പഠനത്തിന്റെ അനിവാര്യത ഗാന്ധിജി മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് അല്ലെ? മാതൃഭാഷയിലൂടെ, മദർ ടങ്ങിലൂടെ പഠിക്കേണ്ടതിന്റെ ആവശ്യകത. മാതൃഭാഷ എന്ന് പറയുന്നതാണ് നമ്മുടെ അടിത്തറ, അല്ലെ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന് പെറ്റമ്മ തൻ ഭാഷതാൻ എന്ന് വള്ളത്തോൾ പാടിയത്. അതേപോലെ തന്നെ അവിടെ മാതൃഭാഷയുടെ പഠനത്തിന്റെ പ്രാധാന്യമാണ് അദ്ദേഹം പറയുന്നത്. മാതൃഭാഷയിലൂടെയാണ് നമ്മളെല്ലാം പഠിക്കേണ്ടത്. പാഠപുസ്തക കേന്ദ്രീകൃതമായ വിദ്യാഭ്യാസത്തെയും അദ്ദേഹം അനുകൂലിക്കുന്നില്ല. പാഠപുസ്തകത്തെ മാത്രം കേന്ദ്രീകരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്? കുട്ടികൾക്ക് ഒരു കാര്യവും പഠിപ്പിച്ചു കൊടുക്കരുത് എന്ന്, അല്ലെ? അത് നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ സമൂഹവുമായി ഇറങ്ങിച്ചെന്ന് പരിസ്ഥിതിയുമായി ഇണങ്ങി അല്ലെങ്കിൽ പ്രകൃതിയുമായി ഇണങ്ങി ചേർന്നിട്ടുള്ള ഒരു വിദ്യാഭ്യാസമാണ് കുട്ടികൾക്ക് വേണ്ടത്. അറിവ് സമ്പാദിക്കുന്നതിനുള്ള ആദ്യ ഉപാധി എന്ന് പറയുന്നത് ചോദ്യം ചെയ്യുന്നതിനുള്ള വാസനയും ആരോഗ്യകരമായ അന്വേഷണ ബുദ്ധിയുമാണ്. ശരിയല്ലേ? ചില കുട്ടികൾ നമ്മൾ ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ കുട്ടികൾ ഇങ്ങനെ ഡൗട്ട് ചോദിച്ചുകൊണ്ടേയിരിക്കും. അതെന്താ മിസ് അങ്ങനെ, അതെന്താ മിസ് എങ്ങനെ, അതെങ്ങനെ മിസ് അങ്ങനെ വന്നത്, അതെന്താ മിസ് എങ്ങനെ വന്നത്? മാത്സ് ഒക്കെ പഠിപ്പിക്കുകയാണെങ്കിൽ ഭയങ്കര ഡൗട്ട് ആയിരിക്കും. മിസ് അതെങ്ങനെ മിസ് അങ്ങനെ വരിക, മിസ് എങ്ങനെ ചെയ്തൂടെ മിസ്സേ, അത് അങ്ങനെ ചെയ്തൂടെ മിസ്സേ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെയുള്ള കുട്ടികൾ ഭയങ്കര അല്ലെ, നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആവില്ലേ? അപ്പം കുട്ടികൾ ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ മൂകരായിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ ക്ലാസ് എടുക്കാൻ തോന്നില്ല. കുട്ടികൾ നമ്മളോട് ഇങ്ങനെ കൂടുതൽ ഡൗട്ട്സ് ഒക്കെ ചോദിക്കുമ്പോഴാണ് നമുക്ക് എന്താ കൂടുതൽ ക്ലാസ് എന്നൊരു ലൈവായിട്ട് മാറുക. അപ്പൊ അറിവ് സമ്പാദിക്കാനുള്ള ഏറ്റവും നല്ല ഉപാധി എന്ന് പറയുന്നത് എന്താ? ചോദ്യം ചെയ്യുന്നതിനുള്ള വാസന, അല്ലെ? കൂടുതൽ സംശയ നിവാരണം, പിന്നെ ആരോഗ്യകരമായ അന്വേഷണ ബുദ്ധി, എല്ലാം അന്വേഷിച്ച് കണ്ടെത്താനുള്ള ഒരു ബുദ്ധി. ഇതും എന്ത് ചെയ്യണം? അറിവ് സമ്പാദിക്കാനുള്ള ഏറ്റവും നല്ല വഴികളായിട്ടാണ് അദ്ദേഹം പറയുന്നത്. ചോദ്യം ചെയ്യുന്നതിനുള്ള വാസന, ആരോഗ്യകരമായ അന്വേഷണ ബുദ്ധി.
ഓക്കെ, ഇത് രണ്ടുമാണ് അറിവ് സമ്പാദിക്കാനുള്ള ഏറ്റവും നല്ല മാർഗങ്ങളായിട്ട് മഹാത്മാഗാന്ധി പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമ്മൾ ആരൊക്കെ പഠിച്ചു? ജോൺ ലോക്ക് പഠിച്ചു, സ്വാമി വിവേകാനന്ദ, മഹാത്മാഗാന്ധി, ടാഗോർ പഠിച്ചു, മഹാത്മാഗാന്ധി പഠിച്ചു. 4 പേരെ പഠിച്ചുട്ടാ. പ്രധാനപ്പെട്ട 4 പേരാണ് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന കേട്ടോ. അപ്പൊ ഞാൻ കഴിഞ്ഞ എക്സാമിനെ വിട്ടു, മോഡൽ എക്സാം നടത്തിയപ്പം വരെ അവരുടെ മെയിൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ അടക്കം കണ്ട ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ മൊത്തം ഉള്ളത്. ഇപ്പൊ ഈ പറഞ്ഞ 4 ആൾക്കാർ വന്നിട്ടുണ്ട്. മിസ് എങ്ങനെയാ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക? 1 വേർഡ് ആയിട്ടും അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഒന്ന് വായിച്ചുതരാം. Write the ideas and the educational approaches of any one of the following thinkers. Write the ideas and the educational approaches of any one of the following thinkers. എന്താ 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. 15 മാർക്ക്. അതില് മഹാത്മാഗാന്ധിയെ കൊടുത്തിട്ടുണ്ട്, മറിയ മോണ്ടിസോറിയെ കൊടുത്തിട്ടുണ്ട്, ആൽഫ്രഡ് ഫ്രബലിനെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും 2 പേരുടെ എഡ്യൂക്കേഷണൽ അപ്രോച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ 2 പേരുടേത് നമ്മൾ ഒരാളത് ഇപ്പം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മറിയ മോണ്ടിസോറി നമ്മൾ കുറച്ചൊക്കെ ഇതിന് മുന്നേ പഠിച്ചതാ, ഇതിൽ ഇനിയും പഠിക്കാണ്ട്. ഫ്രബലും പഠിക്കാണ്ട്. ഈ മഹാത്മാഗാന്ധി വന്ന കണ്ട മറിയ മോണ്ടിസോറി, ആൽഫ്രഡ് ഫ്രബൽ. ക്ലിയർ ആണോ? പിന്നെ നമ്മൾ പഠിച്ചത് വാട്ട് ഈസ് മീൻ ബൈ ലേണിംഗ്, എന്താണ് പഠനം എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. പിന്നെ വാട്ട് ഈസ് മീൻ ബൈ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ, എന്താണ് പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ, അത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. പിന്നെ വാട്ട് ഈസ് ഹ്യൂറിസ്റ്റിക് അപ്രോച്ച്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാ. ഹ്യൂറിസ്റ്റിക് അപ്രോച്ച്, അന്വേഷണ രീതി പഠിച്ച ഓർമ്മ ഉണ്ടോ? അത് വന്നിട്ടുണ്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. പിന്നെ വാട്ട് ഈസ് സോഷ്യോമെട്രിക് ടെസ്റ്റ്, എന്താണ് സോഷ്യോമെട്രിക് ടെസ്റ്റ്, അത് വന്നിട്ടുണ്ട്. പിന്നെ വാട്ട് ഈസ് മെത്തഡോളജി ഓഫ് ടീച്ചിങ്, എന്താണ് മെത്തഡോളജി ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. പിന്നെ ഇനി പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അടുത്ത് എടുക്കാനുള്ള ചാപ്റ്റേഴ്സിലുള്ളതാണ്. വാട്ട് ഈസ് മെത്തഡ് ഓഫ് ടീച്ചിങ്, അത് എന്താ എഴുതാ? മെത്തഡോളജി ഓഫ് ടീച്ചിങ്, എന്താണ് മെത്തഡോളജി ഓഫ് ടീച്ചിങ്? അങ്ങനെയാ, മെത്തഡോളജി ആണല്ലേ. മെത്തഡോളജി ഓഫ് ടീച്ചിങ്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക. മനസ്സിലായ? ചിലപ്പോ 2 3 ചിന്തകർ ഒരുമിച്ചാവാം, ചിലപ്പോ 5 മാർക്കിനാണെങ്കിൽ ഒരു ചിന്തകന്റെ ഒറ്റയ്ക്ക് ആവാം, അല്ല എസ് ആണെങ്കിൽ ഇതേപോലെ 2 3 ആൾക്കാർ ആവാം. എനിക്ക് ചോദിക്കാം. 5 മാർക്ക് 1 മാർക്ക് മാച്ച് ദ ഫോളോയിങ്, 5 മാർക്ക് മാച്ച് ദ ഫോളോയിങ്, പിന്നെ 5 മാർക്കിന്റെ 6 ക്വസ്റ്റ്യൻസ്, 5 മാർക്കിന്റെ 6, പിന്നെ 10 മാർക്കിന്റെ 2 എണ്ണം, പിന്നെ 15 മാർക്കിന്റെ 3 എണ്ണം എടുത്തിട്ടുണ്ട്. മിസ്സിനെ കറക്ഷൻ ചെയ്യല് ആരാ കറക്ഷൻ ചെയ്യാ? അങ്ങനെയൊന്നുമില്ല, അതിന്റെ മെയിൻ അയക്കും സാർ അയക്കും. നമ്മള് മോഡൽ എക്സാം ഒക്കെ നമ്മൾ തന്നെയാ നോക്കാം. മോഡൽ എക്സാം നടത്തും. മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എന്റെ കയ്യിലുണ്ട്, അതാ ഞാൻ ഒന്ന് വായിച്ചത്, പിന്നെ കയ്യിലുണ്ടായിരുന്നു. അപ്പൊ സെൻഡ് ചെയ്ത് തരണേ ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, എടുക്കുന്നത് നന്നായി വായിക്കോളൂ കേട്ടോ. അടുത്ത മാസം എക്സാം ഉള്ളതാണ്. ഞങ്ങൾക്ക് അടുത്ത മാസം എക്സാം പറഞ്ഞേ? നവംബർ 1 മോഡൽ എക്സാം. നവംബർ 1, അത് നവംബർ അല്ലടോ. അല്ല സോറി, ഡിസംബർ. നവംബറിൽ തീർക്കണ്ടേ മൊത്തം? മൊത്തം ഏകദേശം കണ്ടെടുത്തിട്ട് നമുക്ക് മോഡൽ എക്സാം നടത്താം. ഓക്കെ, എന്നാ ബൈ, സീ യു. താങ്ക് യു മിസ്. നാളെ ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ രാവിലെ തന്നെ മെസ്സേജ് തരാം. നാളെ ഒരു രാവിലെ അല്ലെങ്കിൽ ഉച്ചയാകുമ്പോഴേക്കും ഇന്നത്തെ പോലെ ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കും കേട്ടാ. മിക്കവാറും എടുക്കും. നാളെ ഫ്രൈഡേ അല്ലേ, നാളേക്ക് ക്ലാസ് ഉണ്ടാവാനുള്ള ചാൻസ്. സാറ്റർഡേ ആണ് ടൈം ടേബിൾ പ്രകാരം ക്ലാസ് ഉള്ളത്. അപ്പൊ നാളെ മിക്കവാറും ഉണ്ടാവും കേട്ടോ. പിന്നെ നാളെ എടുത്താൽ പിന്നെ സാറ്റർഡേ ഉണ്ടാവില്ല. സാറ്റർഡേ എനിക്ക് ക്ലാസ് ഉണ്ട്, പിന്നെ സൺഡേ കേട്ടോ. ഓക്കെ, ബൈ. താങ്ക് യു മിസ്. ഓക്കെ, ബൈ. ഓക്കെ.